താങ്ക് യു ഹേമ സർ. ജയഹാസ്യം, ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ എഴുതി വെച്ചൊക്കെ എങ്ങനെയാണ് ഹേമന്ത് സാർ അത് കണ്ടുപിടിച്ച് പറഞ്ഞതെന്ന് ഞാൻ ആലോചിച്ചു. ഇന്ന് കേരളത്തിൽ ഇത്രയധികം പ്രോഗ്രാമുകൾ നടന്നു. ഹേമന്ത് സാർ പറയാത്ത ഒന്ന് രണ്ട് പ്രോഗ്രാം കൂടി ഉണ്ട്. നേഹമാഡത്തിന്റെ പ്രോഗ്രാം, കോട്ടയ്ക്കൽ കീസോളിന്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ബാബാസ് വണ്ടർവേൾഡ് കുക്കില് കീസോളിന്റെ ഗുഡ് ഡോട്ടിന്റെ ഒരു അടിപൊളി ലേൺ ആൻഡ് ടേസ്റ്റ് പ്രോഗ്രാം ക്രിസ്ത്യനമാടൊക്കെ കൂടെ സംഘടിപ്പിച്ചു. ഡോക്ടർ രാജൻ സാറിന്റെ പ്രോഗ്രാം തൃപ്രയാർ ഉണ്ടായിരുന്നു. ഷൈൻ ബാബു സാർ സംഘടിപ്പിച്ച പ്രോഗ്രാം ഉണ്ടായിരുന്നു. നമ്മുടെ റൂബി ബിനു സാറ് ഹരിതസഞ്ജീവിയുടെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം കടക്കിൽ നടത്തിയിരുന്നു. അങ്ങനെ മോർ ദാൻ എ ഡസൻ പ്രോഗ്രാം. ഞായറാഴ്ചകൾ സാധാരണ നമ്മൾ എന്താ ചെയ്യാറ് അല്ലേ? എത്ര ഞായറാഴ്ച ഉണ്ട് ആഴ്ചയിൽ? അല്ലേ? ഇതെന്ത് മണ്ടത്തരമാ ചോദിക്കുന്നല്ലേ? എല്ലാവർക്കും ഞായറാഴ്ച ഒന്നല്ലേ ഉള്ളൂ ആഴ്ചയിൽ. പക്ഷേ ആർസിൻ ലീഡേഴ്സിന് ആഴ്ച മുഴുവൻ ഞായറാഴ്ച ഉള്ളൂ, വേറൊരാഴ്ചയില്ല. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഞായറാഴ്ച ഒഴിവ് ദിവസം ആയതുകൊണ്ട് ഒഴിവ് ദിവസം ഇഷ്ടമുള്ളതാണ് ആളുകൾ ചെയ്യുന്നത് അല്ലേ? ഇഷ്ടമുള്ളത് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. ചില ആളുകൾ കൂടുതൽ കിടന്നുറങ്ങും. എന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വിളിക്കണ്ട, ഞാൻ ലേറ്റായിട്ട് എണീക്കുള്ളൂ. ഉറങ്ങാൻ ഇഷ്ടമുള്ള ആളുകൾ അല്ലേ? ചില ആളുകൾ ഞായറാഴ്ചയാണ്, രാവിലെ ഒന്ന് അമ്പലത്തിൽ പോയി കളയാം, അല്ലെ പള്ളിയിൽ പോയി കളയാം. അങ്ങനെ ആരാധനയുടെ വഴിയെ കുറെ ആളുകൾ പോകും. കുറെ ആളുകൾ അന്ന് ബന്ധു സന്ദർശനത്തിന് വേണ്ടി മാറ്റിവെക്കും. പിന്നെ ജോലിയൊക്കെ ഉള്ള സ്ത്രീകളാണെങ്കിൽ അന്ന് വേറൊരു പരിപാടിയില്ല, ഒരാഴ്ചത്തെ തുണി മുഴുവൻ എടുക്കാണ്ട് ചിലപ്പോൾ തുണി അലക്കാനായിട്ടായിരിക്കും അവർ ഞായറാഴ്ച മാറ്റിവെക്കുന്നത്. ശരിയല്ലേ? ചിലർ സിനിമയ്ക്ക് പോകും. പിന്നെ ചില ആളുകൾ രാവിലെ കുറച്ച് നോൺ വെജ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി അതിരാവിലെ എഴുന്നേറ്റ് പോയി നോൺ വെജ് ഒക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് നല്ല അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിക്കും. ഞായറാഴ്ചയല്ലേ സമാധാനമായിട്ട് വീട്ടിൽ നിന്ന് കഴിക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ ഞായറാഴ്ച ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. ശരിയല്ലേ? ഞാൻ പറയുന്നതിനോട് യോജിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു തംസപ്പ് കൊടുക്കാം. ശരിയാണ്. അപ്പോൾ എനിക്ക് മാത്രം അങ്ങനെ തോന്നിയിട്ടുള്ളൂ. കാരണം എയർഫോഴ്സിലുള്ള സമയത്ത് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്ന ആൾ പറയും, എന്നെ വിളിച്ചേക്കരുത്, ഞാൻ കിടന്നുറങ്ങും, എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, ലഞ്ചും വേണ്ട, പക്ഷേ നിങ്ങളൊരു കുറച്ച് ലഞ്ച് അവിടെ കൊണ്ടുവന്ന് വെച്ചേരും, കാരണം ഉറക്കം എന്നെ ശല്യം ചെയ്യരുത്. അദ്ദേഹം കൂർക്കം വലിച്ചുറങ്ങുന്നത് മറ്റുള്ളവർക്ക് ആർക്കും ഉറങ്ങാൻ പറ്റാത്ത രീതിയിൽ, പക്ഷെ സുന്ദരമായിട്ട് പുള്ളി കിടന്നുറങ്ങും. ശരിയല്ലേ? ഈ ആർസിയൻകാർക്ക് ആഴ്ചയിൽ മുഴുവൻ ഞായറാഴ്ച എന്ന് പറയാൻ കാരണം ഇപ്പം ഈ പറഞ്ഞ പോലെയാണ്. ഓരോ ദിവസത്തെയും അവരുടെ ഷെഡ്യൂൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും അവര് ഇഷ്ടപ്പെട്ട ഈ കാര്യമാണ് ചെയ്യുന്നത്. എവിടെ പ്രോഗ്രാം നടത്താൻ പറ്റുമോ അവിടെ. നിങ്ങൾ ഫോളോ ചെയ്യുന്ന നിങ്ങളുടെ ലീഡേഴ്സ് ഓരോ മാസം എത്ര പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, അവരുടെ ചാർട്ട് എടുത്ത് നോക്കൂ അല്ലേ? ഹേമന്ത് സാറിനൊക്കെ വീട്ടിലിരിക്കാൻ സമയമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഡോക്ടർ രാജൻ സാറ്, കോട്ടയത്ത് സ്റ്റാർ എറണാകുളം ബാബു സാറ്, ഇപ്പോ ഗോകുമാർ സാറിന്റെ കാര്യം പറഞ്ഞു. അദ്ദേഹവും സ്റ്റാർ എറണാകുളം ശ്രീജി സാറും ഒക്കെ ഇന്നലെ തെങ്കാശിയിലായിരുന്നു, ഇന്ന് കോട്ടയത്താണ്, കഴിഞ്ഞ ദിവസം വയനാട്ടിലുണ്ടായിരുന്നു, അതിനു മുമ്പ് കണ്ണൂരുണ്ടായിരുന്നു അല്ലേ? ഞാൻ പറഞ്ഞത് എല്ലാ ദിവസവും എല്ലാവർക്കും ഞായറാഴ്ച ആക്കി കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. ബാക്കിയുള്ള 6 ദിവസം എന്താ ചെയ്യുന്നത്? ജീവിക്കാൻ വേണ്ടി നിവൃത്തികേട് കൊണ്ട് ഇഷ്ടമില്ലാത്തത് കഷ്ടപ്പെട്ട് ചെയ്യുന്നു. അങ്ങനെയാണോ? ഭൂരിപക്ഷം ആളുകളുടെ സ്ഥിതി അതാണ്. അത് പട്ടാളത്തിലാണെങ്കിലും ഗവൺമെന്റ് സർവീസിലാണെങ്കിലും പ്രൈവറ്റിലാണെങ്കിലും ബിസിനസ് ആണെങ്കിലും കൃഷി ആണെങ്കിലും ഒക്കെ വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ്. അതല്ലെങ്കിൽ എല്ലാ ദിവസവും ഞായറാഴ്ച ആക്കാൻ തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടം. ഞാൻ ഭൂരിപക്ഷം എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെയല്ലാത്തവരുണ്ടെങ്കിൽ അവർ പറയുന്ന ഒബ്ജക്ഷനെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ചെയ്യുന്നതിനെ പാഷനായിട്ട് ഏറ്റെടുത്ത് ചെയ്യുന്ന ആളുണ്ട്. ഒരു ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ ആ ജോലിക്ക് അവിടെ വരുന്ന ആള് ഏറ്റവും ആദ്യം വരികയും ഏറ്റവും അവസാനം പോവുകയും ചെയ്യുന്ന ചില ആളുകളുണ്ട്. അവര് അതൊരു പാഷനായിട്ട് എടുക്കുന്നു. ആരോടും ഒരു മുഷിച്ചില്ല, സന്തോഷത്തോടെ ചിരിച്ച് കിട്ടുന്നതുകൊണ്ട് തൃപ്തിയായിട്ട് പാഷനായിട്ട് ഏറ്റെടുക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? അപ്പോ ഇന്ന് ഈ ഒരു നല്ല ദിവസം ഞായറാഴ്ച നമ്മളിന്ന് സ്പെഷ്യലായിട്ട് കുറച്ച് കാര്യങ്ങൾ ആർസിനെ കുറിച്ച് മനസ്സിലാക്കാൻ, ഓർമ്മ പുതുക്കാനും നമ്മുടെ ലക്ഷ്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് പൊടിതട്ടിയെടുക്കാനൊക്കെ കൂടെയാണ് ഇന്ന് ചേർന്നിരിക്കുന്നത്. സാധാരണ നമ്മുടെ ഈ സൂം പ്രോഗ്രാം ഞായറാഴ്ചകളിലൊക്കെ ധാരാളം സെഷൻസ് വരാറുണ്ട്. ഇന്ന് രാവിലെ ഉച്ചയ്ക്കൊന്നും അധികം സെഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ സമയത്ത്, പ്രത്യേകിച്ചും ഈ സമയമാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അനുയോജ്യമായിട്ടുള്ളത്.
നിങ്ങളുടെ ടീമിൽ നിന്ന് ആരെങ്കിലും ഒക്കെ കുറച്ച് പേരൂടെ പങ്കെടുക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോളൂ. നിങ്ങളുടെ ടീമിൽ ആക്റ്റീവായി ഇരിക്കുന്ന ആളുകൾ വരേണ്ടവരാണ് നിങ്ങൾ കാണുന്നവരുണ്ട്, അവർ വന്നിട്ടില്ലെങ്കിൽ ഒന്ന് വിളിക്കുന്നത് കൊള്ളാം. കാരണം നമ്പർ ഓഫ് പീപ്പിൾ അറ്റൻഡിങ് ബിഗ് ഇവന്റ്സ് വിൽ ഡിറ്റർമിൻ യുവർ സക്സസ്. ഞാൻ RSMൽ വന്നപ്പോൾ എൻ്റെ ലീഡേഴ്സ് എനിക്ക് പറഞ്ഞു തന്ന ഒരു സൂത്രവാക്യമാണ്, പ്രോഗ്രാമുകളിൽ നിങ്ങളുടെ ടീമിൽ നിന്ന് പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണമാണ് നിങ്ങളുടെ വിജയം നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന്. ഇത് ഒരു പ്രോഗ്രാമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പൊ നമ്മൾ 670 പേരെ ഐ എം ഷുവർ അല്പസമയത്തിനുള്ളിൽ ഈ എന്താ പറയാ ഈ പ്ലാറ്റ്ഫോമിന്റെ കപ്പാസിറ്റിയിലേക്ക് അത് എത്താൻ സാധ്യതയുണ്ട്, 1000-ഓളം തികയും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 1000 പേര് പങ്കെടുക്കുന്ന ഒരു ഫിസിക്കൽ പ്രോഗ്രാം നടത്തണമെങ്കിൽ എത്ര എഫർട്ട് ഉണ്ട്, എത്ര പണച്ചെലവുണ്ട്, നമുക്ക് ഓരോരുത്തർക്കും എത്ര ദൂരെ യാത്ര ചെയ്യണം, എന്ത് തയ്യാറെടുപ്പ് വേണം, ശരിയല്ലേ? ഇതിപ്പോ വീട്ടിലിരുന്നുകൊണ്ട് കഞ്ഞി കുടിച്ചുകൊണ്ടോ കട്ടിലെ കിടന്നുകൊണ്ടോ അല്ലെ സോഫയിൽ കിടന്നുകൊണ്ടോ എങ്ങനെ വേണമെങ്കിലും കാണാം. ഇനി 1000 പേര് പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമിലാണ് നിങ്ങൾ പങ്കെടുക്കുന്നതെങ്കിൽ സംസാരിക്കുന്നത് സഫേറോ റൂബിയോ സ്റ്റാർ റൂബിയോ ആരെങ്കിലും ആയിക്കോട്ടെ, ചെസ് ബോർഡിലെ ഒരു കാലാളിനെ പോലെ ഇത്രയും സൈസിൽ മാത്രമേ നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയൂ. മുമ്പിലിരിക്കുന്ന കുറച്ച് ആളുകൾക്ക് മാത്രമേ അവരെ അടുത്ത് കാണാൻ കഴിയൂ. ഇതിപ്പോ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും വിസിറ്റിംഗ് റൂമിൽ വന്നിരുന്ന് സംസാരിക്കുന്ന ഒരു പ്രതീതിയാണ്. പല ആളുകൾ ഈ പ്രോഗ്രാം ഇപ്പൊ ലൈവായിട്ട് സ്മാർട്ട് TV കാണുന്നുണ്ടാവും. അതിന്റെ വിഷ്വൽസ് ഒക്കെ ഇതിനകത്ത് കാണിച്ചു തരുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞ ഇത് നോക്കി നിങ്ങൾക്ക് കാണാം. അങ്ങനെയുള്ള ആളുകളുണ്ട്. സോ ഈ അവസരം നമ്മൾ പ്രയോജനപ്പെടുത്തിയാൽ മാത്രം പോരാ, നമ്മുടെ ടീമിലുള്ളവർക്കും മനസ്സിലാകണം, പ്രയോജനപ്പെടുത്തണം. കേരളത്തിൽ ഒരു മാസം ഏകദേശം 10,000, 5,000, 6,000 ആളുകൾ പുതിയതായിട്ട് RSMലേക്ക് വരുന്നുണ്ട്. എന്നെ അറിയുന്ന ആളുകൾ കുറെ പേരൊക്കെ ഉണ്ടാവും. പക്ഷേ പുതിയതായി വരുന്ന ആളുകൾക്ക് കേരളത്തിലെ RSM ലീഡർഷിപ്പിനെ കുറിച്ച് എത്ര ശതമാനം അറിയാമായിരിക്കും? ശരിയല്ലേ? വളരെ കുറച്ച് പേർക്ക് അറിയാൻ പറ്റുള്ളായിരിക്കും. എന്താണ് ഈ സംവിധാനം, ഇതിന്റെ പ്രത്യേകത എന്താണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് എന്താണ് ഇതിൽ കിട്ടാൻ പോകുന്നത്, ഇതെല്ലാം നമ്മൾ വളരെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കുകയും ആൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. ഹേമന്ത് സാർ പറഞ്ഞു, രൂപാന്തരണ യാത്ര. ഏതാണ്ട് 1,60,000-ഓളം ആളുകൾ കേരളത്തിൽ RSMന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നവരുണ്ട്. ഓൾമോസ്റ്റ് റെഗുലർ. 5-6 മാസത്തിനിടയ്ക്ക് വാങ്ങിക്കുന്ന ആൾ ചിലപ്പോൾ കുറച്ചുകൂടെ കണ്ടേക്കാം. ഏകദേശം 6 ലക്ഷത്തോളം ആളുകൾ കേരളത്തിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 25% മാത്രമേ ആക്റ്റീവ് ആയിട്ടുള്ളൂ. അത് നാഷണൽ ശരാശരിയായിട്ട് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ശരാശരിയായിട്ട് നോക്കുമ്പോൾ നമ്മളത്ര മോശക്കാരല്ല എന്ന് തന്നെ പറയാം. പക്ഷേ നമ്മൾ ചെയ്യുന്നതും ചെയ്യാൻ പറ്റുന്നതും തമ്മിലുള്ള അന്തരം വളരെ വലുതാണ്. ഇത്രയധികം ആളുകൾ ജോയിൻ ചെയ്തിട്ട് എന്തുകൊണ്ട് ഇത്രയും കുറച്ച് ആളുകൾ മാത്രം സജീവമായിരിക്കുന്നു? ആ കാരണം നമ്മളിവിടെ പറയും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ഇങ്ങനെ പലതും ഇന്ന് ഈ വരുന്ന 1 മണിക്കൂറിനുള്ളിൽ ഞാൻ നിങ്ങളോട് പങ്കുവെക്കും. സൗണ്ട് കുറയാൻ ഒരു കാരണവുമില്ല. ഹേമന്ത് സാർ പറഞ്ഞില്ലേ, ഇത് രാവിലെ എണീറ്റാൽ രാത്രി കിടന്നുറങ്ങുന്നവര് ഇതേ സ്പിരിറ്റിലാ പോവുക, ഒരു കുറവും വരികയല്ല. അവിടെ ഒന്ന് പരിശോധിച്ചോ, വല്ലതും കുറവുണ്ടോ? ഓക്കെ ഓക്കെ. അപ്പോ എന്നെ ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്താം. നാരായൺ മൂർത്തി എന്നാണ് മുഴുവൻ പേര്. CRN മൂർത്തി എന്നൊക്കെ ആളുകൾ പറയും. RSMലെ കോർ ലീഡറാണ്. സഫേർ എന്ന് പറയുന്ന പിൻ പൊസിഷനിലാണ്. ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലിയിലിരിക്കെയാണ് RSM എന്ന് പറയുന്ന ഈ സംവിധാനത്തിന്റെ സാധ്യത മനസ്സിലാക്കാൻ മഹാഭാഗ്യമുണ്ടായത്. ഇതിൽ നമ്മുടെയൊക്കെ ഗ്രേറ്റ് അപ്ലൈൻ ശ്രീ ഗോപകുമാർ സാർ ഇന്ന് കോട്ടയത്ത് അദ്ദേഹത്തിന് സെഷൻ ഉണ്ടായിരുന്നു, ഇന്നലെ തെങ്കാശിയിലുണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് എയർഫോഴ്സിലായിരുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഈ നന്മ അദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ നമുക്ക് പറഞ്ഞു തരാൻ ശ്രമിച്ചു. പറയില്ലേ, കൊല്ലാൻ പിടിച്ചാലും ഗിയോ ഗിയോ, വളക്കാൻ പിടിച്ചാലും ഗിയോ ഗിയോ അല്ലേ? ഒരു തരത്തിലും ഞാൻ അതിന് സമ്മതിക്കാൻ തയ്യാറായില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ സ്നേഹപൂർവമായ നിർബന്ധത്തിന് വിധേയനായി 2005 ഞാനൊരു മെമ്പർഷിപ്പ് എടുത്തു. 1,500 രൂപ കൊടുത്ത് അന്ന് എനിക്ക് ആവശ്യമില്ലാത്ത എന്നാൽ ഉപയോഗിക്കാൻ പറ്റുന്ന 3 പാന്റിന്റെ ഷർട്ടിന്റെ തുണി എടുത്തുകൊണ്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. ഇതൊക്കെ ഞാൻ പല വേദികളിൽ പറഞ്ഞിട്ട്, പക്ഷെ കേൾക്കുന്ന പുതിയ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് റിലേറ്റ് ചെയ്യണം, നിങ്ങൾ അതിനെ താരതമ്യം ചെയ്യണം. അതുകൊണ്ടാണ് പറയുന്നത്. അന്ന് 1 പവൻ സ്വർണത്തിന് 4,600 രൂപയുള്ളൂ. 1,500 രൂപ എനിക്ക് കിട്ടുന്ന ശമ്പളത്തിന് ഒരു മാസം മാറ്റിവെക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ നിർബന്ധം കാരണം ഞാനത് ചെയ്തു.
അതെനിക്ക് ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ട് കിട്ടിയത് ഞാൻ തുറന്നു നോക്കുക പോലും ചെയ്യാതെ അത് അങ്ങനെ തന്നെ പൂട്ടി വെച്ചിരുന്നു. കാരണം അത് തയ്പ്പിക്കണമെങ്കിൽ വീണ്ടും ഒരു 600 മുടക്കണമായിരുന്നു. അന്ന് ഇന്ന് നമുക്ക് കിട്ടുന്നതിന്റെ എന്താ പറയുക, ഒരു 100-1 പ്രൊഡക്റ്റ് പോലും ഇല്ല. നിത്യോപയോഗത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന കഷ്ടിച്ചൊരു 8-10 പ്രൊഡക്റ്റ് മാത്രം. വല്ലപ്പോഴും ഒക്കെ അദ്ദേഹം നേരിട്ട് കൊണ്ടുവന്ന് തരുമ്പോൾ വാങ്ങിക്കുന്ന ഉൽപ്പന്നങ്ങളല്ലാതെ ഞാൻ വേറൊന്നും വാങ്ങിച്ചിട്ടില്ല. കാരണം അവിടെയെങ്കിലും ആർസിഎം ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നില്ല. തൃപ്തിയോടെ അല്ല ഞാൻ ആർസിഎമ്മിൽ ജോയിൻ ചെയ്തത്. ഏതാണ്ട് 28 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ഔട്ട്ലെറ്റിൽ അദ്ദേഹത്തിന്റെ നിർബന്ധം കാരണം ഒരിക്കൽ മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ. അതിനെ ഒരു ഔട്ട്ലെറ്റ് എന്ന് പറയാൻ കഴിയില്ല. ഒരു അബാൻഡൻഡ് കാർ ഗാരേജ്, അതിനകത്ത് വെച്ചിരുന്ന ഒരു റാക്കിൽ ഒരു 10,000-2,000 രൂപയുടെ പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. 2,500 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ഒരു ലിസ്റ്റുമായിട്ട് പോയി എനിക്ക് വെറും 750 രൂപയുടെ പ്രൊഡക്റ്റേ കിട്ടിയുള്ളൂ. അത് കണ്ടതോടുകൂടി ഞാൻ ആർസിഎം ഇനി പോകുന്നില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തതാണ്. പക്ഷേ 6 മാസത്തിന് ശേഷം എനിക്കൊരു ഇൻകം വന്നു, 834 രൂപ. അത് കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്ന് നമുക്കന്ന് ചെക്കായിട്ടാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ അതൊരു വൈറ്റ് മണിയാണ്, ഓതറൈസ്ഡ് ആണ്. അത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം എൻ്റെ അറിവിൽ നേരായ വരുമാനത്തിലുള്ള 3 മാർഗമേ ഉള്ളൂ: ജോലി, കൃഷി, ബിസിനസ്. അല്ലാതൊരു മാർഗം എനിക്കറിയില്ലായിരുന്നു. ഇങ്ങനൊരു വരുമാനം വന്നപ്പോൾ എനിക്ക് അതിശയമുണ്ടായി. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എനിക്ക് ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു സംഖ്യ വന്നിട്ടുണ്ടല്ലോ, ഇതെങ്ങനെയാണ് വരുന്നത്? വളരെ എക്സൈറ്റ്മെന്റോട് കൂടി അത് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇതിൽ അത്ഭുതമൊന്നുമില്ല. ഞാൻ എത്രയോ കാലമായി താങ്കളോട് പറയുന്നു, എനിക്കിപ്പോൾ 5 ഫിഗർ ആണ് കിട്ടുന്നത്. അന്ന് 10,000 രൂപയ്ക്ക് മുകളിൽ ശമ്പളം എയർഫോഴ്സിലെ സീനിയർ ഓഫീസർമാർക്ക് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് അത് കിട്ടുന്നു പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റിയില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ കാണിച്ചു തരാം. അദ്ദേഹത്തിന് അന്ന് വരെ കിട്ടിയ കമ്മീഷന്റെ കളർ സിറോക്സ് ചെക്കിന്റെ കൊണ്ടുവന്ന് എന്നെ കാണിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതൊക്കെ എങ്ങനെയാണ് കിട്ടുന്നത്? അദ്ദേഹം പറഞ്ഞു, ഇത് മനസ്സിലാക്കണമെങ്കിൽ ആർസിഎമ്മിന്റെ മീറ്റിംഗിൽ പങ്കെടുക്കണം. എയർഫോഴ്സിൽ ജോലിയുള്ള ഞാൻ, ഒട്ടും തൃപ്തിയില്ലായിരുന്നു ഞാൻ, ഇങ്ങനെ വരുമാനം കിട്ടുന്ന കാര്യം പറഞ്ഞപ്പോൾ അതെങ്ങനെ വരുന്നു എന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് മനസ്സോടെ ഒരു മീറ്റിംഗിൽ പോയി. ഒരു എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഇതുപോലെയുള്ള മീറ്റിങ്ങിനൊക്കെ പോയാൽ എന്തായിരിക്കും അല്ലെ, ആളുകൾ അറിഞ്ഞാൽ മോശമല്ലേ? അതുകൊണ്ട് ആ മീറ്റിംഗ് നടക്കുന്ന വെന്യൂവിൽ നിന്ന് 500 മീറ്റർ ദൂരെ ഒരു മരത്തിന്റെ ചുവട്ടിൽ എന്റെ ബൈക്ക് ഒളിപ്പിച്ചു വെച്ചിട്ട് ഞാൻ ഒളിച്ചും പാത്തും ആ ഹാളിൽ പോയിരുന്നു. അന്നത്തെ ആ മീറ്റിംഗിൽ അവിടെ പങ്കുവച്ച കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് നമുക്കും ഒരു എക്സ്ട്രാ ഇൻകം തരാൻ സഹായിക്കും. നേരായ മാർഗത്തിൽ ഒരു എക്സ്ട്രാ ഇൻകം നമ്മുടെ കുടുംബത്തിലേക്ക് കിട്ടാൻ ഇത് സഹായിക്കും. അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്നാലും എയർഫോഴ്സിലെ ജോലിക്ക് തന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇത് പറ്റുമെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞു നോക്കാം എന്ന് വിചാരിച്ചു. ഞാൻ അത്ര സീരിയസ് ഒന്നും ആയില്ല. പക്ഷേ പിന്നീട് പല അവസരങ്ങളിലും മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കാൻ അവസരം കിട്ടി. അങ്ങനെ 2006 ഒരു വലിയ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ഒരു അവസരമുണ്ടായി. അന്ന് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ, അതും ഒരു ഞായറാഴ്ച, മനസ്സോടെ ആ പ്രോഗ്രാമിൽ പോയിരിക്കുമ്പോൾ ഒരു കുറച്ചു നേരം കേട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചാണ് ഞാൻ പോയത്. ആരും എന്നോടൊപ്പം, എൻ്റെ പരിചയക്കാരായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. കാരണം എയർഫോഴ്സുകാരൻ ഇങ്ങനെ ഒരു പരിപാടിക്ക് പോകുന്നത് കണ്ടാൽ മോശമല്ലേ, അതുകൊണ്ട് ഞാൻ ആരെയും കൂട്ടിക്കൊണ്ടു പോയില്ല. ആ പ്രോഗ്രാമിൽ ചെന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. ഏതാണ്ട് 1000-ഓളം ആളുകൾ ഒരു വലിയ ഹാളിൽ. അവിടെ ആർസിഎമ്മിലൂടെ ഒറ്റ പ്രാവശ്യം മാത്രം വരുമാനം കിട്ടിയ ആളുകളെ സ്റ്റേജിൽ വിളിച്ച് പരിചയപ്പെടുത്താനായിട്ട് വിളിച്ചപ്പോൾ ഞാൻ പോയില്ല. സങ്കോചം കാരണം എന്നെ ആളുകൾ അറിയുമെന്നുള്ളത് കൊണ്ട് ഞാൻ പോയില്ല. പക്ഷെ അതിനകത്ത് ശ്രദ്ധേയമായൊരു കാര്യമുണ്ടായിരുന്നു. ഞാൻ ആദ്യം പങ്കെടുത്ത മീറ്റിംഗിൽ 34 പേരുണ്ടായിരുന്നു. അന്നത്തെ പ്രോഗ്രാമിൽ ആദ്യത്തെ വരുമാനം കിട്ടിയ ആളുകളെ പരിചയപ്പെടുത്തിയപ്പോൾ അത് 34 പേരായിരുന്നു. അതൊക്കെ കൃത്യമായിട്ട് ഓർക്കാൻ കാരണം അതിലെ പല കാര്യങ്ങൾ എന്നെ ടച്ച് ചെയ്തു, ഫീൽ ചെയ്തു. അന്നത്തെ ആ പ്രോഗ്രാമിൽ അന്ന് സംസാരിച്ച ചീഫ് ഗസ്റ്റ് ഒരു റൂബി ആയിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ എനിക്ക് എന്താ പറയാ, എനിക്ക് തലയിൽ വെളിച്ചം തന്നു എന്ന് പറയുന്നതാണ് ശരി. അവിടെ ഇരുന്നു കൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു, ക്വിറ്റ് മൈ ജോബ്. എയർഫോഴ്സിലെ ജോലി വേണ്ടെന്ന് വെച്ച് ആർസിഎം ഏറ്റെടുക്കുക എന്നൊരു തീരുമാനം അവിടെ ഇരുന്ന് ഞാൻ എടുത്തു. ഞാൻ ആരോടും ചോദിച്ചില്ല. പക്ഷേ എയർഫോഴ്സിലെ ജോലിയാണ്, അങ്ങനെ തീരുമാനമെടുത്ത് പിറ്റേ ദിവസം ഓടി വീട്ടിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല.
എൻ്റെ കറണ്ട് എൻഗേജ്മെന്റ് പീരീഡ് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം എനിക്ക് പോകാൻ. ആ സമയത്ത് ഞാൻ എൻ്റെ എക്സ്റ്റൻഷൻ കൊടുക്കാനുള്ള ഫോം വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ആളാണ്. എന്നോട് എയർഫോഴ്സിൽ ഉണ്ടായിരുന്ന എൻ്റെ സുഹൃത്തുക്കൾ, പ്രത്യേകിച്ചും മലയാളികളോട് മുഴുവൻ ഞാൻ പറഞ്ഞിരുന്നത്, ഒരു കാരണവശാലും സൂപ്പർ ആനുവേഷൻ കഴിയാതെ പോകരുത് എന്നാണ്. ഞാൻ പോകില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അതിനു മുമ്പ് നമ്മുടെ സീനിയറായിട്ട് ഒരാൾ പോകുമ്പോൾ അദ്ദേഹത്തെ ഞാൻ ഉപദേശിക്കാൻ ശ്രമിച്ചു. കാരണം പുറത്തു പോയാൽ നമുക്കൊരു ജോലി കിട്ടാൻ സൗകര്യമില്ല, ഇതൊരു നല്ല അവസരമാണ് നമ്മളെ സംബന്ധിച്ച് എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ പോകുമ്പോൾ ആളുകൾ എന്നോട് ചോദിച്ചു, അന്ന് ഇതുപോലെ ഉപദേശം തന്നിട്ട് താങ്കൾ എന്താണ് പോകുന്നത്? അപ്പോ ഞാൻ മനസ്സിലാക്കിയ കാര്യം പറഞ്ഞു കൊടുക്കാൻ ഞാൻ പഠിച്ചില്ലായിരുന്നു. അന്നെടുത്ത തീരുമാനം, അന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ ആർസ്യമാണ് പ്രഥമ പരിഗണനയിലുള്ളത്, ടോപ്പ് പ്രിയോറിറ്റി. ഇന്ന് നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു? ഇതിനിടയിൽ നടന്ന ആ ചരിത്രം മുഴുവൻ പറയണമെങ്കിൽ കുറേ ദിവസങ്ങൾ വേണ്ടി വരും. ഇന്ന് നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു? ഒരു മാസം കേരളത്തിൽ ഏകദേശം 25 കോടിയുടെ ടേൺ ഓവർ നടന്നു. 10-12 കോടി PV ജനറേറ്റ് ആകും. ഒരു 10-11 കോടി രൂപ ആളുകൾക്ക് പലതരത്തിൽ ഇതിലൂടെ വരുമാനമായിട്ട് കിട്ടും. ഈ 25 കോടിയുടെ ആർസിഎമ്മിന്റെ പ്രൊഡക്റ്റ് സെയിൽ നടന്നില്ലെങ്കിൽ മാർക്കറ്റിൽ നടക്കേണ്ടിയിരിക്കുന്ന സെയിൽസ് എത്ര നിങ്ങൾ ആലോചിച്ച് നോക്കി. എത്ര ബിസിനസ് നടക്കണം? ഒരു 35 crores 35 കോടിയുടെങ്കിലും ടേൺ ഓവർ നടക്കേണ്ടതാണ്. ഞാനും നിങ്ങളും അടങ്ങുന്ന നമ്മുടെ ഈ ചെറിയൊരു ഗ്രൂപ്പിന്റെ പ്രവർത്തന ഫലമായി ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്കുണ്ടാകുന്ന നേട്ടത്തിനെ ഒന്ന് നോക്കിയാൽ നേരിട്ട് കിട്ടുന്ന ലാഭം 10 കോടിയാണ്. കണക്കൂട്ടാറുണ്ടോ? അത് ഒരു പൗഡർ ഇല്ലാത്ത ഒരു വീടും കാണില്ല. നമുക്ക് കിട്ടുന്ന 150 ഗ്രാം പൗഡറിന് വെറും 59 രൂപ. 100 ഗ്രാം ഒരു ഓർഡിനറി പൗഡർ മാർക്കറ്റിൽ വാങ്ങിക്കണം 138 രൂപ. നമുക്ക് കിട്ടുന്ന ഡിഷ് വാഷ് 1/2 ലിറ്ററിന് വെറും 103 രൂപ. മാർക്കറ്റിൽ കിട്ടുന്ന 1/2 ലിറ്റർ ഡിഷ് വാഷ് 168 രൂപ കൊടുക്കണം. ഈ വ്യത്യാസമാണ് ഞാൻ പറയുന്നത്. ആലോചിച്ച് നോക്കി, എത്ര വലിയ കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് എൻ്റെ ഒരു ചെറിയ ടീം. ഞാൻ ആർസിമിലെ ഒരു കോർ ലീഡറാണ്. ആർസിമിൽ അതുപോലെ 44 കോർ ലീഡർമാരുണ്ട്. സ്റ്റാർ റൂബി മുതൽ മുകളിലേക്കുള്ള ആളുകളാണ് കോർ ലീഡർ എന്ന് പറഞ്ഞ ബുഷിലേക്ക് വരുന്നത്. സ്റ്റാർ റൂബി കഴിഞ്ഞാൽ പിന്നെ സഫയർ, സഫയർ കഴിഞ്ഞാൽ സ്റ്റാർ സഫയർ, സ്റ്റാർ സഫയർ കഴിഞ്ഞാൽ ഡയമണ്ട്, ഡയമണ്ട് കഴിഞ്ഞാൽ സ്റ്റാർ ഡയമണ്ട്. ഒരു സ്റ്റാർ ഡയമണ്ടും പിന്നെ അനവധി ഡയമണ്ട്, സ്റ്റാർ സഫയറും സ്റ്റാർ റൂബിയും ഒക്കെ ആയിട്ടാണ് ഈ 44 കോർ ലീഡർമാരുള്ളത്. എൻ്റെ ഒരു ചെറിയ ടീമിൽ ഇത് നടക്കുന്നുണ്ടെങ്കിൽ ഓൾ ഇന്ത്യയിൽ നടക്കുന്ന ആർസിഎമ്മിന്റെ ആ ബ്രഹ്മാണ്ഡമായ ബിസിനസ് പ്രവർത്തനം ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ നമുക്ക് പറ്റണം. ഞാനിത് പറയുന്നത് ഇന്ന് നമ്മളോടൊപ്പം അസോസിയേറ്റ് ചെയ്യുന്ന പുതിയ ആളുകൾ ഇതൊന്നും അറിയുന്നുണ്ടാവില്ല. അവരോട് ആരെന്തു പറഞ്ഞോ അത് വെച്ചാണ് അവർ ആർസിഎമ്മിനെ അളക്കുന്നത്. മുട്ടുവേദനയ്ക്ക് ന്യൂട്രിചാർജ് BJ വാങ്ങിച്ചുകൊണ്ട് ആർസിഎമ്മിലേക്ക് വരുന്ന ആളുടെ മുമ്പിൽ ആർസിഎം ന്യൂട്രിചാർജ് BJ ആണ്. മുട്ടുവേദന മാറുന്നതോടുകൂടി അവർ വിട്ടു. ശരിയല്ലേ? ഇന്ന് ആലോചിച്ച് നോക്കുക. ഈ സ്ഥിതി 25 വർഷം കൊണ്ട് ആർസിഎമ്മിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് എത്ര കാലം ആർസിഎം ഉണ്ടാകും? എങ്ങനെ വളരും? കേരളത്തിൽ സൗരവ് ചബ്രസ TCGയുടെ മകൻ, അദ്ദേഹം വന്നപ്പോൾ രാജഗിരിയിൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. എന്താണ്? ഇന്ത്യയിലെ എല്ലാ വീടുകളിലും ആർസിഎമ്മിന്റെ ഒരു ഉൽപ്പന്നമെങ്കിലും ഉപയോഗിക്കുന്ന ഒരു കാലം വരുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അന്ന് നിങ്ങൾ എവിടെയായിരിക്കും? അത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റണം. 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിൽ, 142 കോടി ജനങ്ങളുടെ ഇന്ത്യയിൽ എത്ര ശതമാനം ആളുകൾ ആർസിഎമ്മിലുണ്ട്? എത്ര ശതമാനം ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്? 1,60,000 ആളുകൾ കേരളത്തിൽ ആർസിഎമ്മിൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഒരു മീറ്റിംഗിൽ വിളിച്ചാൽ കഷ്ടിച്ച് 1000 പേര് വരുവുള്ളൂ. വലിയ പ്രോഗ്രാമിൽ മാസങ്ങളുടെ പ്രയത്നം ഉണ്ടെങ്കിൽ മാത്രം ഒരു 2000, 3000, 5000 പേര് വരും. 1,60,000 ആളുകൾ ഇതിന്റെ ഗുണഭോക്താക്കളായിട്ട് ഈ കാര്യം മനസ്സിലാക്കി അവരുടെ ജീവിതത്തിൽ പുരോഗതിക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാൻ വിളിക്കുമ്പോൾ വരാൻ തയ്യാറാകുന്നത് എത്ര ശതമാനം ആളുകളാണ്? പക്ഷേ ഞാനും നിങ്ങളും അടങ്ങുന്ന ശുഷ്കാന്തിയുള്ള, ലക്ഷ്യബോധമുള്ള, അർപ്പണ മനോഭാവമുള്ള, ഡിറ്റർമിനേഷനുള്ള ആളുകൾ ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ എന്നെങ്കിലും ഇത് ഇന്ത്യയിൽ മുഴുവൻ എത്തും. എല്ലാ വീടുകളിലും ആർസിഎമ്മിന്റെ ഒരു പ്രൊഡക്റ്റ് എങ്കിലും ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഞാൻ പറയുന്നു,
ഇപ്പോൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന 1000 പേരും നിങ്ങൾ ആർസിഎമ്മിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡയമണ്ടോ സ്റ്റാർ ഡയമണ്ടോ ആയിരിക്കും. കാരണം അത്രയും ഹ്യൂജ് വോളിയം നമ്മുടെ ടീമിലുണ്ടാവും. അതിനധിക കാലമൊന്നും വേണ്ടി വരില്ല. അപ്പോ ഇന്ന് നമ്മൾ ഈ കാണുന്ന രീതിയിൽ ആർസിഎം എസ്റ്റാബ്ലിഷ് ആകുന്നതിന് കാരണക്കാരായ ഒത്തിരി ആളുകളുണ്ട്. അവരെയൊക്കെ സ്മരിച്ചുകൊണ്ട് വേണം നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാൻ. അപ്പോ ദീർഘിപ്പിക്കുന്നില്ല, ചെറിയ ഒരു PPTയുടെ സഹായത്തോടു കൂടി കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് അല്പം വിശദമായി പറയാനാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ ഒരു PPT ഓപ്പൺ ആയിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? യെസ് സർ. ഓക്കെ. അപ്പോ വെൽക്കം ടു ദി വേൾഡ് ഓഫ് ആർസിഎം അഭിയാൻ. നമ്മൾ പലരും ആർസിഎം ബിസിനസ് എന്ന് പറയാറുണ്ട്. TCG പറയുന്നത് ആർസിഎം ബിസിനസ് എന്ന് പറയരുത്. ബിസിനസ് എന്ന് പറയുമ്പോൾ അതൊരു വ്യക്തിപരമായ നേട്ടം ആണ് അതിനകത്ത് അർത്ഥമാകുന്നത്. ഇത് നമ്മുടെ വ്യക്തിപരമായ നേട്ടമല്ല. അഭിയാൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു കൂട്ടായ പ്രവർത്തനമാണ്. അതിൻ്റെ എന്താണ് പറയാ, റിസൾട്ടന്റ് ആണ്, അതല്ലെങ്കിൽ അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആണ് ഈ പറയുന്ന പിൻ ലെവലും വരുമാനങ്ങളും ഒക്കെ. അതിലായിരിക്കരുത് നമ്മുടെ ഫോക്കസ്. നമ്മുടെ ഫോക്കസ് ഈ നന്മ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുന്നതിലേക്കായിരിക്കണം. അപ്പോൾ അതിൻ്റെ അളവുകോൽ എന്ന് പറയുന്നത് വളർച്ചയാണ്. ആർസിഎമ്മിന്റെ വളർച്ച അളക്കുന്നത് PV എന്ന മാനദണ്ഡം കൊണ്ടാണ്, പർച്ചേസ് വോളിയം. ആർസിഎം 25 വർഷം പിന്നിട്ടു. അതിന്റെ സെലിബ്രേഷൻ നടക്കാൻ പോകുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രൊമോഷൻ വീഡിയോ ആണ് നമ്മൾ തുടക്കത്തിൽ കണ്ടത്. നിങ്ങൾ കുറച്ചു പേരെങ്കിലും കണ്ടു, എല്ലാവരും കണ്ടില്ല. നമ്മൾ ഗ്രൂപ്പുകളിൽ ആ വീഡിയോ ഷെയർ ചെയ്തിരുന്നു. സത്യത്തിൽ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ നമുക്ക് പ്രയാസമുണ്ട് ഹിന്ദിയിലായതുകൊണ്ട്. പക്ഷെ എന്നാലും നിങ്ങൾ ഒരു 3-4 പ്രാവശ്യം ശ്രദ്ധിച്ചു കേട്ടാൽ നിങ്ങൾക്കും അതിന്റെ അർത്ഥം മനസ്സിലാകും. എന്താണ് ആർസിഎം ലക്ഷ്യം വെക്കുന്നത്? 25 വർഷം പിന്നിടുമ്പോൾ ആർസിഎം എന്ത് ലക്ഷ്യം വെക്കുന്നു? ഇതിന്റെ ഭാഗമായി ഈ 25 വർഷത്തെ നമ്മുടെ നേട്ടത്തിന്റെ ആഘോഷമാണ് രൂപാന്തരണ യാത്ര എന്ന പേരിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. 16,000 കിലോമീറ്റർ ഇന്ത്യയിൽ അലങ്കരിച്ച ആർസിഎമ്മിന്റെ രഥം യാത്ര ചെയ്യും. ഇന്ത്യയിലെ പ്രമുഖ നഗരങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് ആ യാത്ര പൂർത്തീകരിച്ച് തിരിച്ച് ബിൽവാരിയിൽ എത്തുമ്പോഴേക്കും ആർസിഎം ചെയ്യുന്ന നന്മ എന്താന്ന് ഇന്ത്യയിലെ കോടിക്കണക്കിന് ആളുകളും അധികാരികളും തിരിച്ചറിയും. ആർസിഎമ്മിനെ നല്ല ഒരു ഇമേജ് ഉണ്ടാക്കുക, സൽപ്പേരുണ്ടാക്കുക. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മൾ ചെയ്താൽ മാത്രം പോരാ, മറ്റുള്ളവർ അറിയണം. അറിയുമ്പോഴാണ് നമ്മൾ ചെയ്യുന്നതിൻ്റെ മാന്യത, മൂല്യം ആളുകൾ തിരിച്ചറിയുന്നതിനും അതിനെ സ്വീകരിക്കുന്നതും. അതിനുവേണ്ടിയാണ് രൂപാന്തരണ യാത്ര നടത്തുന്നത്. അങ്ങനെ രൂപാന്തരണ യാത്ര നടക്കുമ്പോൾ ഇതിന്റെ ഭാഗമായി നടക്കുന്ന സെലിബ്രേഷൻ 25 സിറ്റികളിൽ വലിയ രീതിയിലുള്ള സെലിബ്രേഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നു. രൂപാന്തരണ യാത്രാ സെലിബ്രേഷൻ 20 സിറ്റികളിലും 5 സിറ്റികളിൽ സിൽവർ ജൂബിലി സെലിബ്രേഷൻ. അപ്പോൾ ഇന്ത്യയിൽ ആർസിഎം തുടങ്ങി 25 വർഷം പിന്നിടുമ്പോൾ സെലിബ്രേഷൻ നടത്താൻ വേണ്ടി ഈ 25 സിറ്റികൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ 5 സിറ്റികളിൽ സിൽവർ ജൂബിലി സെലിബ്രേഷൻ നടത്തണം. അതിലൊന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ എവിടെയാണ്? കൊച്ചിയിലാണ്. ആലോചിച്ച് എത്ര സംസ്ഥാനങ്ങളുണ്ട്, എത്ര വലിയ ബിസിനസ് ഓൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. എന്നിട്ടും കേരളത്തിൽ നിന്ന് ഒരു സിറ്റിക്ക് അതിനൊരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്നു. ഈ നടക്കുന്ന സെലിബ്രേഷനിൽ ആളുകൾക്ക് റെക്കഗ്നിഷൻ കിട്ടും, അംഗീകാരങ്ങൾ കിട്ടും, പലതരത്തിലുള്ള ആഘോഷങ്ങൾ നടക്കും. ആ റെക്കഗ്നിഷൻ നടക്കാനുള്ള മാനദണ്ഡം 6 മാസത്തെ ഗ്രോത്തിനെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു. കഴിഞ്ഞ ഡിസംബർ മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഡിസംബർ മാസത്തിലെ വോളിയത്തിനെ ബേസ് ചെയ്തുകൊണ്ട് തുടർന്നുള്ള 6 മാസങ്ങൾ ജനുവരി മുതൽ ജൂൺ വരെയുള്ള ഗ്രോത്ത് എന്ന് പറയുന്നത് ബി സൈഡിന്റെ ഗ്രോത്ത്, അല്ലെ ബി ഗ്രൂപ്പിന്റെ ഗ്രോത്ത്, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് റെക്കഗ്നിഷൻ കൊടുക്കും എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ 6 മാസത്തിൽ 5 മാസം ചെയ്യുന്ന ആളുകൾ കാറ്റഗറി നമ്പർ 1, 4 മാസം ഗ്രോത്ത് കൊണ്ടുവരുന്ന ആള് കാറ്റഗറി 2, 3 മാസം കൊണ്ടുവരുന്ന ആളുകൾ കാറ്റഗറി 3. അത് തന്നെ ടെക്നിക്കൽ, റോയൽറ്റി, വൈറ്റൽ, ഇങ്ങനെ 3 തരത്തിലും റെക്കഗ്നിഷൻ ഉണ്ടാകും. ഇങ്ങനെ ആയിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ആളുകളുടെ ഉത്സാഹവും ഈ വളർച്ചയും ഒക്കെ കണ്ടപ്പോൾ ഈ 2 മാസങ്ങളിലെ, അതായത് ജൂലൈ മാസത്തിലെയും ഓഗസ്റ്റ് മാസത്തിലെയും ഗ്രോത്തിനെയും
ഇത്തരത്തിൽ റെക്കഗ്നിഷന് വേണ്ടി പരിഗണിക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ ഇതറിയാതെ പോയ നമ്മുടെ സുഹൃത്തുക്കൾ, ഈ നേട്ടം കൊയ്യാൻ പറ്റാതെ പോയ ആളുകൾക്ക് ഈ അവസരമെങ്കിലും പ്രയോജനപ്പെടുത്താൻ കഴിയണം. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ എന്ന് പറയാനായിട്ട് ശ്രമിക്കുന്നത്. സോ പ്രധാനമായിട്ടും ഇപ്പോഴത്തെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഇമ്മീഡിയറ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത്, ജൂലൈ മാസത്തിലും ഓഗസ്റ്റ് മാസത്തിലും മുൻ മാസങ്ങളെക്കാൾ കൂടുതൽ ഗ്രോത്ത് ടീമിൽ കൊണ്ടുവരിക. സെൽഫ് ആൻഡ് ബി. അപ്പൊ ഈ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ എന്താണ് ലക്ഷ്യം വെക്കുന്നത്? ഹൗ ടു അച്ചീവ് ഫാസ്റ്റസ്റ്റ് ഗ്രോത്ത്. എന്താണ് ഗ്രോത്ത്? ഒരാളെ സംബന്ധിച്ച് സാധാരണഗതിയിൽ നമുക്ക് നമ്മുടെ എന്താ പറയുക, ബിസിനസ് എന്ന് പറയുന്ന ഓപ്ഷൻ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വോളിയം ഉള്ളതിനെ എ ഗ്രൂപ്പായിട്ട് കണക്കാക്കും. സെൽഫും ബാക്കിയുള്ളതും കൂടെ ചേരുമ്പോഴാണ് അതിനെ ബി ഗ്രൂപ്പ് അല്ലെങ്കിൽ റെസ്റ്റ് ഓഫ് ദ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ റെസ്റ്റ് ഓഫ് ദ ഗ്രൂപ്പിലാണ് നിങ്ങൾക്ക് വളർച്ച കൊണ്ടുവരേണ്ടത്. ഇപ്പോൾ വളർച്ച എന്ന് പറയുന്നത് PV അടിസ്ഥാനപ്പെടുത്തിയാണ്. പർച്ചേസ് വോളിയം എന്നു മുതൽ 1-ാം തീയതി മുതൽ മാസത്തെ അവസാനത്തെ ദിവസം സൈറ്റ് ക്ലോസ് ആകുന്നത് വരെയുള്ള സമയം കൊണ്ട് നിങ്ങളും നിങ്ങളുടെ ടീമും കൂടെ ആർജിക്കുന്ന പർച്ചേസ് വോളിയമാണ് നിങ്ങളുടെ ഗ്രോത്തിന് മാനദണ്ഡം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗ്രോത്ത് കൊണ്ടുവരാൻ സഹായിക്കുന്നത് എന്താണ്? എങ്ങനെയാണ് നമുക്ക് PV ജനറേറ്റ് ചെയ്യാൻ കഴിയുക? ഹൗ ടു ജനറേറ്റ് PV ഇൻ യുവർ ടീം. അതിനുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഒന്ന്, ബൈ ന്യൂ ജോയിനിങ്. ആളുകളെ RSMലേക്ക് കൊണ്ടുവരിക. പുതിയ ജോയിനിങ്. RSMലേക്ക് വരുന്ന ആർക്കും ഒരു 8-10 പേരെ വേണമെന്ന് വെച്ചാൽ ജോയിൻ ചെയ്യിപ്പിക്കാം. ഒരു പ്രയാസമില്ല. വേണമെന്ന് വെച്ചാൽ, ഞാൻ അടിവരയിട്ട് പറയുന്നു, പല ആളുകളും വേണമെന്ന് വെക്കില്ല. ഇപ്പോൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന 1000 പേരും വേണമെന്ന് വിചാരിച്ചാൽ ഈ മാസം 2-3 ജോയിനും കൂടെ കൊണ്ടുവരാൻ പറ്റുന്നവരാണ്. കുറഞ്ഞത് 2-3 ജോയിനിങ് എങ്കിലും വേണമെന്ന് വെക്കണ്ടേ? നനച്ചാൽ ഓൻ പുലിയെ പിടിപ്പേൻ എന്നാ ഉയിര് പോണാലും നനയ്ക്ക മാട്ടെ, കേട്ടിട്ടില്ലേ? അതുപോലെയാണ്. അപ്പൊ ആ ജോയിനിങ്ങിനെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ ജോയിനിങ് നമുക്ക് PV കൂട്ടാനുള്ള ഒരു ഓപ്ഷനാണ്. മറ്റൊന്ന്, ആക്ടിവേഷൻ ഓഫ് ടെർമിനൽ ID. RSMൽ ജോയിൻ ചെയ്യുന്ന ആളുകളിൽ 90% ആളുകളും ഒരു വർഷത്തിനുള്ളിൽ സിസ്റ്റം വിട്ടു പോകും. ഇത് പണ്ട് ഒരു സിദ്ധാന്തം പറഞ്ഞതാണ്. അത് കേട്ടപ്പോൾ ഞാൻ ആലോചിച്ചു, ഇത് ശരിയാണോ? 100% ശരിയാണ്. ഒരു 6-7 മാസത്തിനുള്ളിൽ വന്നിട്ട് 6-7 മാസമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഒരു വർഷമോ അതിൽ കൂടുതലോ RSMൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ സംബന്ധിച്ച് അവരുടെ TV എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ടെർമിനേറ്റഡ് ഇഷ്ടം പോലെ ഉണ്ടാവും. അങ്ങനെയുള്ള ID ടെർമിനേറ്റ് ആയത് ആക്ടിവേറ്റ് ചെയ്താൽ നമുക്ക് PV കൊണ്ടുവരാം. അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ പ്രൊഡക്റ്റ് യൂസേജ്, ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുക. അതിനെന്താ ചെയ്യേണ്ടത്? പ്രൊഡക്റ്റ് നോളജും കാര്യങ്ങളൊക്കെ കൊടുക്കണം. പിന്നെ സെയിൽ എന്ന് പറഞ്ഞാൽ കച്ചവടം എന്നല്ല ഇവിടെ അർത്ഥമാക്കേണ്ടത്. ഒരു ഉൽപ്പന്നം നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ അവരെ സഹായിക്കുകയാണ്, അവരുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുകയാണ്. യു ആർ സോൾവിങ് ദർ പ്രോബ്ലം, യു ആർ ഹെൽപ്പിംഗ് ദം ടു സോൾവ് ദർ പ്രോബ്ലം. ആ രീതിയിൽ തന്നെ മനസ്സിലാക്കണം. ചില ആളുകൾ ഇതിൽ വലിയ കഴിവുള്ളവരാണ്, പാഷനുള്ളവരാണ്, അങ്ങനെ ഒത്തിരി ഉണ്ട് സെയിൽ. പിന്നൊന്ന്, ടാർഗറ്റുകൾ. എന്താണ് ഈ ടാർഗറ്റ്? എന്തെങ്കിലും ഒരു ചേസ് ചെയ്യാനുള്ള ഒരു സംഗതി ഉണ്ടെങ്കിൽ അതിനെ ചേസ് ചെയ്ത് പിടിക്കുന്ന ഒരു ടെൻഡൻസി സാധാരണഗതിയിൽ മനുഷ്യർക്കുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ടാർഗറ്റ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ പലതരത്തിലുള്ള ടാർഗറ്റുകളുണ്ട്. ചിലപ്പോൾ കമ്പനി ബ്രാൻഡ് പാർട്ട്നേഴ്സ് തരുന്നുണ്ടാകും, സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള ഉണ്ടാകും, നമ്മുടെ ടീം ലീഡേഴ്സ് തരുന്നിട്ടുണ്ടാകും. ഏതാണെങ്കിലും അത്തരത്തിലുള്ള ടാർഗറ്റുകൾ നമ്മൾ ഏറ്റെടുക്കുകയും നമ്മുടെ ടീമിലുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് അവർ ചെയ്യുന്നെന്ന് ഉറപ്പുവരുത്തുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ PV വർദ്ധിപ്പിക്കാൻ കഴിയും. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഒരു കാര്യം കൂടെ ഉണ്ട്. ഓപ്പണിംഗ് ഓഫ് POS. POS എന്ന് പറഞ്ഞാൽ പോയിന്റ് ഓഫ് സെയിൽ എന്നാണ് അതിന്റെ പൂർണ്ണരൂപം. ഔട്ട്ലെറ്റുകളുടെ എന്താ പറയുക, പുതിയ ഔട്ട്ലെറ്റിൽ കൊണ്ടുവരിക. പലതരത്തിലുള്ള ഔട്ട്ലെറ്റുണ്ട്. ഏത് ഔട്ട്ലെറ്റ് വന്നാലും അവിടെ പുതിയതായി കുറെ ആളുകൾ അവിടെ എന്താ പറയുക, നമ്മുടെ ടീമിന്റെ ഭാഗമാവുകയും അതിൽ ഗ്രോത്ത് ഉണ്ടാവുകയും അതൊരു തുടർച്ചയായ ഗ്രോത്തിനും കൂടുതൽ ഡെവലപ്മെന്റിനും സഹായിക്കുകയും ചെയ്യും.
ഇങ്ങനെ ഈ 6 കാര്യങ്ങളാണ് നമുക്ക് ഗ്രോത്തിനെ സഹായിക്കുന്നത്. അപ്പൊ ഈ ഓരോ പോയിന്റിൽ നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് വിശകലനം ചെയ്യാം. ജോയിനിങ് വെറും ജോയിനിങ് അല്ല, ക്വാളിറ്റി ജോയിനിങ് എന്നാ പറയാ. എന്ന് പറഞ്ഞാൽ വെറുതെ ജോയിൻ ചെയ്തിട്ടിട്ട് പോവുകയല്ല വേണ്ടത്. അവര് നിലനിൽക്കണം, അവര് സിസ്റ്റം ഉൾക്കൊള്ളണം, അവര് പ്രൊമോട്ട് ചെയ്യണം, അവര് സിസ്റ്റത്തിന്റെ വളർച്ചയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോ ജോയിനിങ് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. പല ആളുകളും എങ്ങനെയെങ്കിലും അയാളെ ഒന്ന് പിടിച്ചാൽ മതി. അയാൾ പറഞ്ഞു കേട്ടില്ലേ, ഞാൻ ഒരു തരത്തിലാണ് പുള്ളി ഒന്ന് പിടിച്ചത്, കെണിവെച്ച് പിടിച്ച പോലെയാണ് അല്ലേ, ഞാൻ അയാളെ വീഴ്ത്തിയത്. പറഞ്ഞു കേട്ടില്ല അങ്ങനെ ആളുകൾ? ഓ, എത്ര കഷ്ടപ്പെട്ട പുള്ളിയെ ഒന്ന് ഞാൻ പിടിച്ചെന്നറിയാം. സത്യത്തിൽ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ട, ഒരാൾ RCMൽ അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ട കുറെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാവോ? നിങ്ങൾ ഒരാൾ RCMൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ കുടുംബാംഗങ്ങളോ നിങ്ങളുടെ ID ലൈവായിരിക്കുന്നിടത്തോളം കാലം മറ്റൊരു ഗ്രൂപ്പിൽ മെമ്പർഷിപ്പ് എടുക്കരുത്. ഇതൊരു കോഷനായിട്ട് എഴുതി കൊടുക്കണം. ബസ്സിൽ കയറുമ്പോൾ എഴുതി വെച്ചില്ലേ, കയ്യും തലയും പുറത്തിടരുത്. എപ്പോഴാ തല പോകുന്നതെന്ന് അറിയത്തില്ല. ശരിയല്ലേ? അതുപോലെയാണ് ഇക്കാര്യം. അതുപോലെ പാൻ കാർഡ് ജോയിൻ ചെയ്യുന്ന സമയത്തില്ലെങ്കിലും എത്രയും വേഗം പാൻ കാർഡ് എടുത്ത് പാൻ കാർഡ് നമ്പർ കൊടുക്കണം. റെഗുലർ ആയിട്ട് പർച്ചേസ് ചെയ്യണം. കൺസിസ്റ്റൻസിയിലും ടാർഗറ്റിലും ഒക്കെ പങ്കെടുക്കണം. മീറ്റിങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ട് അറിവ് വർദ്ധിപ്പിക്കണം. നിങ്ങൾക്ക് കഴിയുന്നത്ര വേഗത്തിൽ കഴിയുന്നത്ര ആളുകളിലേക്ക് നന്മ എത്തിക്കാൻ ശ്രമിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കാർഡായിട്ട് എഴുതി കൊടുത്താലും കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഈ ജോയിനിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ജോയിനിങ് ഉണ്ടെന്ന് നോക്കാം. ആക്സിഡന്റൽ ജോയിൻ, യാദൃശ്യമായിട്ട് ഒരാളെ കാണുന്നു, യാത്ര ചെയ്യുന്ന സമയത്തോ എവിടെയെങ്കിലും ഫംഗ്ഷനിൽ പങ്കെടുക്കുമ്പോഴോ ഒക്കെ. ഇങ്ങനെ കിട്ടുന്ന ഒരാളെ പലപ്പോഴും നമുക്ക് നഷ്ടപ്പെടും. ജോയിൻ ചെയ്യും, പലപ്പോഴും നഷ്ടപ്പെടും. നഷ്ടപ്പെടാൻ കാരണം നമ്മൾ ഫോളോ അപ്പ് ചെയ്യാത്തതുകൊണ്ടാണ്. നമ്മുടെ ഡയമണ്ട് സുരേന്ദ്രഭട്ട് സാറിന്റെ ഒരു ചെറിയൊരു വീഡിയോ ഉണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസം ഹിന്ദി അറിയാവുന്ന ആളുകൾക്കൊക്കെ അത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരുന്നു. അപരിചിതരായ ആളുകളും നിങ്ങളുടെ ടീമിൽ വലിയൊരു അസറ്റായിട്ട് മാറിയേക്കാം ഇഫ് യു ഡു പ്രോപ്പർ ഫോളോ അപ്പ്. അപ്പോ യാദൃശ്യമായിട്ട് നമ്മുടെ വരുന്ന ആളുകൾ. രണ്ടാമത്തേത് കമ്പൽസറി ജോയിനിങ്. നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ആളുകൾ, ബന്ധുക്കള്, സുഹൃത്തുക്കള് കടപ്പാടിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ 2000 രൂപ ഇടറേ ID കാർഡ് താ എന്നൊക്കെ പറഞ്ഞ് മേടിച്ച് ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. അച്ഛൻ മക്കളോട് പറയുന്നു, അമ്മാവൻ മരുമക്കളോട് പറയുന്നു, അല്ലെ, അങ്ങനെയൊക്കെ പറഞ്ഞ് മെമ്പർഷിപ്പ് എടുക്കുന്നു. ഇങ്ങനെ കമ്പൽസറി ആയിട്ട് മെമ്പർഷിപ്പ്, ഓ അത് ചേട്ടൻ ചോദിച്ച് ഞാനങ്ങ് കൊടുത്ത് എന്തിനാന്ന് എനിക്കറിയത്തില്ല. ഒരു വലിയ ശതമാനം ജോയിനിങ്ങൾ ഇങ്ങനെ വരുന്നതാണ്. അണ്ടർ ഒബ്ലിഗേഷൻ. ഒരു സ്ഥാപനത്തിൽ ഒരു ഉയർന്ന പൊസിഷനിലുള്ള ഒരാളാണ്, അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ്സ് പറയുന്നു, അതെ ഞാൻ RCM എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൽ ജോയിൻ ചെയ്തു, ഇവിടെ നല്ലതാണ് കേട്ടോ, സാധനമൊക്കെ വാങ്ങിച്ചുപയോഗിച്ചു, നിങ്ങൾക്ക് കുറച്ച് ചെലവ് കുറയും, ചെറിയ വരുമാന നിരക്കുള്ള വഴിയൊക്കെ ഉണ്ട്, താനും ഒരു 2000 രൂപ സാധനം മേടിച്ച് ജോയിൻ ചെയ്തു. ഓക്കെ സാർ, കാരണം ആ സാറ് വേണം നമ്മുടെ ലീവൊക്കെ ഒപ്പിട്ട് തരാനേ, അതുകൊണ്ട് സാറ് പറയുന്നതുകൊണ്ട് ജോയിൻ ചെയ്തു. അണ്ടർ ഒബ്ലിഗേഷൻ. പിന്നെ പല കടപ്പാടുകളൊക്കെ ഉണ്ടാവും, അല്ലേ, അന്ന് ഞാനൊരു കാര്യം പറഞ്ഞ് പുള്ളി ചെയ്തു, അതുകൊണ്ട് ഇങ്ങോട്ട് പറയുമ്പോൾ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ജോയിൻ ചെയ്യുന്ന ആളുകളുണ്ട്. പിന്നെ മുമ്പ് പറഞ്ഞ പോലെ ബേസ്ഡ് ഓൺ നെസസിറ്റി. എനിക്ക് ദഹന പ്രശ്നങ്ങളുണ്ട്, ഡോക്ടർ രാജൻ സാറിനെ വിളിച്ച് ചോദിച്ചാൽ മതി എന്നൊരാൾ പറഞ്ഞു, സാറിനോട് ചോദിച്ചു, സാറ് കുറെ പ്രൊഡക്റ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞു, മെമ്പർഷിപ്പ് എടുത്താൽ ഡിസ്കൗണ്ട് കിട്ടുമെന്ന് പറഞ്ഞു, അതുകൊണ്ട് മെമ്പർഷിപ്പ് എടുത്തു, സാധനം വാങ്ങിച്ചു, ഉപയോഗിച്ചു, പ്രശ്നങ്ങൾ തീർന്നു, ഞാൻ വിട്ടു. നെസസിറ്റി, ആ സമയത്തുണ്ടാകുന്ന ആവശ്യം കൊണ്ട് ജോയിൻ ചെയ്തു, ആവശ്യം കഴിഞ്ഞു, RCM വിട്ടു. ഇതെല്ലാം ഒരു ബാധ്യതയായിട്ട് നിൽക്കുള്ളൂ, ഒന്നും റിസൾട്ട് തരാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, എൻ്റെ ടീമിൽ 6 ലക്ഷത്തോളം ആളുകൾ ഉണ്ടായിട്ട് അതിൽ ഒരു 4-4 ലക്ഷം ആളുകൾ ഈ കാറ്റഗറിപ്പെട്ടതാണ്. ഇവർക്കും RCM ആവശ്യമുള്ളതാണ്. പക്ഷേ അണ്ടിൽ ദേ റിയലൈസ് ദ ഓപ്പർച്യൂണിറ്റി, ഇതിന്റെ അവസരം മനസ്സിലാക്കാത്തടത്തോളം കാലം അവർ നിൽക്കില്ല. അവർക്ക് അവസരം മനസ്സിലായാൽ നിങ്ങൾ വിചാരിച്ചാലും അവരെ പുറത്ത് കളയാൻ പറ്റില്ല. അങ്ങനെയുള്ള ആളുകൾ, അവസരം മനസ്സിലാക്കിയ ആളുകൾ എന്നും RCMനൊപ്പം ഉണ്ടാകും. എന്ത് സംഭവിച്ചാലും ഓക്കെ,
അതായത് ആർഎസ്എമ്മിൽ എന്ത് തരത്തിലുള്ള മാറ്റങ്ങൾ വന്നാലും ആ മാറ്റങ്ങളെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അവരിതിന്റെ ഭാഗമായി എന്നും മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കും. കാരണം റിയലൈസിങ് ദ ഓപ്പർച്യൂണിറ്റി ഈസ് ദ കീ പോയിന്റ്. അപ്പോ ബാക്കി 4 കാറ്റഗറിയിൽ നമ്മുടെ ടീമിൽ വന്ന ആളുകൾക്ക് ഓപ്പർച്യൂണിറ്റി പറഞ്ഞു കൊടുക്കാൻ, ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയുമെങ്കിൽ അവരും വിട്ടുപോകില്ല. അതായത് ജോയിൻ ചെയ്യുന്ന ആളുകളിൽ 90% ആളുകളും ആർസിഎം വിട്ടുപോകുമെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് വിട്ടുപോകുന്നതെന്ന് മനസ്സിലാകുമെങ്കിൽ, ആരൊക്കെ വിട്ടുപോകുമെന്ന് മനസ്സിലാകുന്നുവെങ്കിൽ അവർക്ക് കാര്യം മനസ്സിലാക്കി അവരെ പറഞ്ഞുകൊടുത്ത് വിട്ടുപോകാതെ സംരക്ഷിക്കാൻ കഴിയുമെങ്കിൽ കൂടുതൽ ആളുകളുടെ പുറകെ ഓടുന്നത് നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഇന്നിങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. സോ ഐഡന്റിഫൈ, നിങ്ങളുടെ ടീമിൽ ജോയിൻ ചെയ്ത ആളുകളിൽ ഇത്തരത്തിൽ ആദ്യത്തെ 4 കാറ്റഗറിയിൽ ജോയിൻ ചെയ്ത ആളുകൾ ആരാണെന്ന് മനസ്സിലാക്കി അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള പണി ചെയ്യൂ. നമ്മളൊരാളെ ആർസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് വേണ്ടി വരുന്നത് 85% എഫർട്ട് ആണെങ്കിൽ ടെർമിനേറ്റ് ആയ ആളെ തിരിച്ച് ലൈവ് ആക്കാനായിട്ട് നമുക്ക് വേണ്ടി വരുന്നത് വെറും 15%. പക്ഷെ വീണ്ടും 85 കഴിഞ്ഞ് വീണ്ടും 85ലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. 15 കൂടെ ചെയ്ത് അവരെ കൂടെ നിർത്താൻ നമ്മൾ ശ്രമിക്കാറില്ല. സോ ഗ്രോത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ: ആക്ടിവേഷൻ ഓഫ് ടെർമിനേറ്റഡ് ഐ ഡി. എന്താണ് ടെർമിനേഷൻ? 6 മാസമോ അതിൽ കൂടുതലോ, 6 മാസം തുടർച്ചയായി പർച്ചേസ് ഇല്ലാതിരുന്നാൽ അവരുടെ ഐ ഡി ഓട്ടോമാറ്റിക്കലി ടെർമിനേറ്റ് ആകും. പിന്നെ അവരുടെ ഐ ഡിയിൽ പർച്ചേസ് ചെയ്യാൻ അനുവാദമില്ല. എന്നാൽ ഈ അടുത്ത കാലത്ത് കമ്പനി തന്നിരിക്കുന്ന ഒരു ലിബർട്ടിയാണ് 1000 രൂപയുടെയോ അതിൽ കൂടുതലോ ഉള്ള എമൗണ്ടിനെ സിംഗിൾ പർച്ചേസ് ചെയ്തുകൊണ്ട് ഈ ഐ ഡി ടെർമിനേഷൻ ഒഴിവാക്കാം. അപ്പൊ എന്തുകൊണ്ടാണ് ആ ഐ ഡി ടെർമിനേറ്റ് ആവുന്നത്? ആദ്യത്തെ 4 കാറ്റഗറിയിലുള്ളതാണ് ഭൂരിപക്ഷവും ടെർമിനേറ്റ് ആകുന്നത്. അവർക്ക് കാര്യം മനസ്സിലായിട്ടില്ല, അന്ന് പറഞ്ഞവരോടുള്ള താല്പര്യം കൊണ്ട് മാത്രം ചെയ്താണ്. ഇതിൽ നിന്ന് കിട്ടുന്ന നേട്ടം എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ 4 കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ടെർമിനേഷൻ ഒഴിവാക്കാനും അങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും വിട്ടുപോകാതിരിക്കാനും അവരോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ ഇതിനപ്പുറം വരാൻ പോകുന്നുണ്ട്. ശ്രദ്ധാപൂർവ്വം ഇരിക്കുക, നോട്ട് ചെയ്യുക, വേണമെങ്കിൽ റെക്കോർഡ് ചെയ്തോളുക. സോ ടെർമിനേഷൻ എന്തുകൊണ്ട് സംഭവിക്കുന്നു? അവർക്ക് വേണ്ടത് ഇതിലുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അവരൊരു ബാധ്യതയായിട്ട് ആർസിഎമ്മിൽ വന്നതാണ്. അവർക്ക് വേണ്ടത് ഇതിനകത്തുണ്ട്. അവർക്ക് മാത്രമല്ല, അവരുടെ തലമുറകൾക്കും വേണ്ട സുരക്ഷ ഇതിലുണ്ട്, ആരോഗ്യം ഇതിലുണ്ട്, വരുമാനം ഇതിലുണ്ട് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായാൽ അവരൊരിക്കലും ടെർമിനേറ്റ് ആവില്ല. കാരണം 6 മാസം പ്രൊഡക്റ്റ് വാങ്ങാതിരിക്കണമെങ്കിൽ അത്ര വലിയ നിസ്സംഗത അവർക്കുണ്ടാകണം. ആ നിസ്സംഗതയ്ക്ക് കാരണം അവരെ കൊണ്ടുവന്ന, അവരെ പരിപാലിക്കേണ്ട നമ്മുടെ അനാസ്ഥ തന്നെയാണ്. സോ ഇപ്പോൾ ഈ ടെർമിനേഷൻ ഒഴിവാക്കാൻ വെറും 1000 രൂപയുടെ ഉൽപ്പന്നം വാങ്ങിച്ചുകൊണ്ട് ആക്ടിവേറ്റ് ചെയ്യാം. ഏകദേശം 1 വർഷമോ അതിൽ കൂടുതലോ ആർസിഎമ്മിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ റിവ്യൂ എടുത്ത് നോക്കിക്കോളൂ. ഞാൻ പറഞ്ഞു, ഒരു 75 to 80% ആളുകൾ ടെർമിനേറ്റഡ് ആണ്. നിങ്ങൾ ഒരു എന്താ പറയാ, അതിനുവേണ്ടി ഒരു ഡ്രൈവ് നടത്തിക്കൊള്ളൂ. നിങ്ങളുടെ ടീമിലുള്ള ഓരോ ആക്റ്റീവ് മെമ്പേഴ്സിനെയും അവരുടെ ടീമിലുള്ള ടെർമിനേറ്റഡ് ഐ ഡികളുടെ ലിസ്റ്റ് എടുത്ത് കൊടുക്കും. ഞാൻ കുറെ ആളുകൾക്ക് എടുത്ത് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാവോ? ഇപ്പോഴത്തെ സാഹചര്യം, മലയാളത്തിൽ പറഞ്ഞ ഒരു പഴഞ്ചൊല്ലുണ്ട്, കാറ്റത്ത് തൂറ്റണം. കേട്ടിട്ടുണ്ടോ? കോട്ടയംകാരോട് തൂറ്റണം എന്ന് പറഞ്ഞാൽ അയ്യേ എന്ന് പറയും. എന്നാൽ നെൽകൃഷിയുള്ള ആളുകൾ ചോദിച്ചാൽ അവർക്ക് മനസ്സിലാകും അതിന്റെ അർത്ഥം വേറെയാണ്. നെല്ല് കൊയ്തെടുത്ത് എന്താ പറയാ, കറ്റ മെതിച്ച് അങ്ങനെ കൂട്ടിയിട്ടിരിക്കും. ഇനി അതിനകത്ത് നെല്ലും പതിരും വേർതിരിക്കണം, അല്ലേ? പണ്ട് ഈ പറയുന്ന മെഷീനൊന്നുമില്ല, മുറത്തിനകത്ത് എടുത്ത് ഇങ്ങനെ വീശി പാറ്റുക എന്ന് പറയും. അതിന്റെ ഒരു പ്രയോഗമാണ് ഈ തൂറ്റുക എന്ന് പറയുന്നത്. അപ്പോൾ നല്ല കാറ്റുള്ള സമയത്താണെങ്കിൽ നിങ്ങൾ പ്രയത്നിക്കേണ്ട. ഈ നെല്ല് ഒരു മുറം കൊണ്ട് കോരി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ, കാറ്റിന് ആ ദിശയ്ക്ക് അനുകൂലമായിട്ട് നിന്ന് കഴിഞ്ഞാൽ നെല്ല് നേരെ താഴെ വീഴും, പതിര് പറന്നു പോകും. നിങ്ങൾക്ക് എഫർട്ട് ഇല്ല. അത്തരത്തിൽ ഇപ്പോൾ ഐ ഡി ആക്ടിവേറ്റ് ആക്കാൻ പറ്റുന്ന ഏറ്റവും അനുകൂലമായ സാഹചര്യമാണ്. കേരളത്തിൽ മാർക്കറ്റ് ഏറ്റവും കൂടുതൽ കുതിച്ചുയരുന്ന ഒരു സമയമാണ് ഓണം. വരാൻ പോകുന്നു. ഓണത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് എണ്ണയാണ്. പാചക എണ്ണയുടെ വില സ്കൈ റോക്കറ്റിംഗ് ആണ്. വെളിച്ചെണ്ണയാണ് കേരളത്തിലെ ആളുകളുടെ, ഭൂരിപക്ഷം ആളുകളുടെയും എന്താ പറയാ, പാചക എണ്ണ. പ്രത്യേകിച്ചും എന്താ പറയാ, ഓണത്തിനൊക്കെ വാങ്ങിക്കുന്ന ചിപ്സ് അതുപോലുള്ള പലഹാരങ്ങളൊക്കെ വെളിച്ചെണ്ണയിൽ, ശുദ്ധമായ നാടൻ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ളതായിരിക്കും നമ്മൾ വാങ്ങിക്കുന്നത്. വില കൂടുമ്പോൾ മായം കൂടും എന്നുള്ളത് മനസ്സിലാക്കാൻ വേറെ എവിടെയും പഠിക്കാൻ പോകേണ്ട കാര്യമില്ല. ആലോചിച്ച് നോക്കാം, ഇപ്പൊ 450 ആയിട്ടുണ്ടെങ്കിൽ ഓണം ആകുമ്പോഴേക്കും ഒരു 600 എങ്കിലും ആകും.
നമുക്ക് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. അമൃത് പോലെയുള്ള ഹെൽത്ത് കാർഡ്, കണ്ണിലൊഴിക്കാൻ മാത്രം പ്യൂരിറ്റിയുള്ള ഹെൽത്ത് കാർഡ് വെറും 238 രൂപയ്ക്ക് കിട്ടുന്നു. GRCM പറയുമ്പോൾ 193 രൂപയേ ഉള്ളൂ. അത് ആരോടും പറയണ്ട. 230 ഒരു പൈസ പോലും കുറച്ച് ആർക്കും കൊടുക്കരുത്. ഇത് ഞാൻ പറയുമ്പോൾ സാറേ, കുറെ ആളുകൾ വില കുറച്ചെണ്ണ വിൽക്കുന്നതായിട്ട് എനിക്ക് മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. വില കുറച്ചിട്ടാ? അയ്യോ, എന്താണെന്നറിയോ? ലാലച്ച് എന്ന് ഹിന്ദി പറയും, അത്യാഗ്രഹം. മറ്റുള്ളവർ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് കൊടുക്കണം. ഞാൻ MRP കൊടുക്കുന്നു, അപ്പോൾ മോഹൻദാസ് സാറ് അവിടെ കൊണ്ടുവന്ന് 10 രൂപ കുറച്ചു കൊടുക്കും. എൻ്റെ കഞ്ഞിൽ പാറ്റിയിടണമെന്ന് വിചാരിച്ചല്ലേ അവരിത് ചെയ്യുന്നത്? അങ്ങനെ ചിന്തിക്കുന്നത് മോശമല്ലേ? അങ്ങനെ ആർസ്യംകാർ ചിന്തിക്കാൻ പാടുണ്ടോ? ആർസ്യമിന്റെ ലക്ഷ്യം എന്താണ്? ഹം സബ്കാ ഹേ ഏക് ഹി മക്സദ് നയേ ഭാരത് കാ നിർമ്മാൺ. നമ്മുടെ എല്ലാവരുടെയും ഒറ്റ ലക്ഷ്യമാണ് നവഭാരത് നിർമ്മാണം. പരസ്പരം സഹായിച്ചുകൊണ്ട് സഹകരിച്ചുകൊണ്ട് വേണം നമ്മൾ ചെയ്യാൻ. 238 രൂപയാണ് അതിൽ MRP എങ്കിൽ ആർസ്യമിൽ മെമ്പർഷിപ്പ് ഇല്ലാത്തവർക്കോ അവരുടെ കുടുംബാംഗങ്ങളോ അല്ലാത്തവർക്ക് തല പോയാലും ഒരു പൈസ പോലും കുറച്ച് കൊടുക്കരുത്. ആർസ്യമിലൂടെ വരുമാനം കിട്ടുന്ന PUC നടത്തുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ടീമില് വോളിയം ഉള്ളത് കൊണ്ടോ എന്താ പറയാ അത്തരത്തിൽ സ്വന്തം ഐഡിയയിൽ PVയുടെ ബെനിഫിറ്റ് കിട്ടുന്നതുകൊണ്ടൊക്കെ ഡിസ്കൗണ്ട് കിട്ടുന്ന ആളുകളുണ്ട്. എന്താ പറയാ, വിശാല മനസ്കരാണ്. എനിക്ക് ലാഭം കൂടുതൽ വേണമെന്നില്ല, അതുകൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത്. നല്ല കാര്യമാണേ. പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ എണ്ണ ഒരു അസോസിയേറ്റ് വെയർ എന്ന നിലയ്ക്ക് ഒരു ഷോപ്പിൽ പോയി വണ്ടിക്കോലും കൊടുത്ത് വാങ്ങിച്ചു കൊണ്ടുവന്ന് ഒരാളുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്ത് ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കുന്ന ആളുടെ വരുമാനത്തിന് കഞ്ഞിയിൽ പാറ്റിയിടുന്ന പരിപാടിയാണ്. ശരിയല്ലേ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അങ്ങനെ ചെയ്യുന്ന തെറ്റാണ് അഭിപ്രായമുള്ളവര് നിങ്ങൾ തംസപ്പ് ചെയ്യൂ, അല്ലെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യൂ, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ എഴുതും. അങ്ങനെ കൊടുക്കുന്ന ഒത്തിരി പേരുണ്ടെന്നാ പറഞ്ഞത്. അങ്ങനെയുള്ള ആളുകളെ നമുക്ക് തിരുത്തണം. ഇതിന്റെ ദോഷം എന്താണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ചെയ്യുന്നവരാരെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഒന്നും പേടിക്കണ്ട, എനിക്ക് അവരുടെ ഡീറ്റെയിൽസ് തരൂ, ഞാൻ അവരോട് സംസാരിക്കാം. നമുക്ക് ആരെയും വഴക്ക് പറയേണ്ട ആവശ്യമില്ല, ആരോടും പിണങ്ങേണ്ട കാര്യമില്ല. ശരിയായ രീതി പറഞ്ഞു കൊടുക്കുക. എന്താണ് ചെയ്യേണ്ടത്? ഫോളോ ദ സിസ്റ്റം. അത് നമുക്ക് പറഞ്ഞു കൊടുക്കണം. ഞാൻ പറഞ്ഞത്, ഈ എണ്ണ ഒരു 6 പാക്കറ്റ് വാങ്ങിച്ചാൽ ഷിനോയ് സാറേ 1000 രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസായി. 2 പാക്കറ്റ് അവർ വീട്ടിൽ ഉപയോഗിച്ചോട്ടെ. ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് ഇത്ര വില കൂടിയതും ആർസ്യമിൽ ഇത്രയും കച്ചവടം നടക്കുന്നതും ആർസ്യമിൽ ഇത്രയും മാറ്റം വന്നതും ഈ ടെർമിനേറ്റഡ് ആയ ആൾ അറിയുന്നില്ല. കാരണം ഉറങ്ങിക്കിടക്കുമ്പോൾ അറിയില്ലല്ലോ ആർസ്യമിലുണ്ടായ മാറ്റം. അതവർക്ക് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് അവരോട് പറയണം, നിങ്ങൾ വാങ്ങിച്ച 6 പാക്കറ്റിൽ 4 പാക്കറ്റ് നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആർസ്യമിൽ ഇല്ലാത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇക്കാര്യം പറഞ്ഞു കൊണ്ട് കൊടുക്കുക. എന്താണ്? ഓണമാണ് വരുന്നത്, വെളിച്ചെണ്ണയ്ക്ക് വില കൂടും, മായം കലരും, നിങ്ങൾ വാങ്ങിക്കുന്ന പ്രോഡക്റ്റ് പലതും വിഷമുള്ളതായിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതാ ഈ എണ്ണ വാങ്ങി ഉപയോഗിച്ചുകൊള്ളൂ, 100% ഗ്യാരണ്ടിയാണ്, ഇത് പൊട്ടിച്ച് കണ്ണിലൊഴിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ കണ്ണിലൊഴിക്കാൻ മാത്രം പ്യൂരിറ്റി ഉള്ളതാണ് ഹെൽത്ത് കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിച്ചു നോക്കുക, ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിലോ എവിടെയെങ്കിലോ എണ്ണ വിൽക്കുന്ന ആൾക്ക് ഒരു തുള്ളി അവർ വിൽക്കുന്ന എണ്ണ കണ്ണിലൊഴിക്കാനുള്ള ധൈര്യം ഉണ്ടാകുമോ? നിങ്ങൾ എണ്ണ കൊടുക്കുന്ന ആൾക്ക് ഇത് കാണിച്ചു കൊടുക്കണം. വേണ്ടി വന്നാൽ കണ്ണിലൊഴിച്ച് കാണിച്ചു കൊടുക്കണം. ഇവിടെ സ്റ്റാർ ഗിരീഷ് സാറ് പ്രോഗ്രാം നടത്തുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ എണ്ണ കുടിക്കുക മാത്രമല്ല കണ്ണിലൊഴിച്ച് കാണിച്ചു കൊടുക്കണം. ട്രിച്ചിയിൽ വെച്ച് അദ്ദേഹം ഈ കണ്ണിലേക്ക് ഇങ്ങനെ എണ്ണ ഒഴിച്ചപ്പോൾ അവിടെ നിന്ന് ആളുകൾ പറഞ്ഞു, ആടേങ്കപ്പ എണ്ണ പണ്ടാങ്ക, എണ്ണയൊക്കെ കണ്ണിലൊഴിക്കുന്നു. എന്തുകൊണ്ടാണ് എണ്ണ ഒഴിക്കുന്ന കണ്ണില്? നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിൽ അത്ര വിശ്വാസമുണ്ട്. ശരിയല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സിസ്റ്റം ഫോളോ ചെയ്യണം. ഒരു കാരണവശാലും സിസ്റ്റത്തിന് വിരുദ്ധമായിട്ടോ നമ്മുടെ കൂടെയുള്ള ആളുകൾക്കോ ദോഷമുണ്ടാക്കുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല. സോ എന്താണ്? ടെർമിനേഷൻ ഒഴിവാക്കാൻ എന്താ ചെയ്യേണ്ടത്? 1000 രൂപയ്ക്ക് മുകളിൽ വില വരുന്ന സാധനം ഒറ്റ ബില്ലിൽ പർച്ചേസ് ചെയ്യുക. ദാറ്റ് ID ഈസ് ആക്റ്റീവ്. അപ്പോൾ ആക്ടിവേറ്റ് ചെയ്യുക. അടുത്തത് പ്രൊഡക്റ്റ് യൂസേജ് പ്രൊമോട്ട് ചെയ്യുക. പ്രൊഡക്റ്റ് യൂസേജ് കൂട്ടുക. മറക്കരുതേ, നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കണേ? ഗ്രോത്ത് കൊണ്ടുവരാൻ PV ജനറേറ്റ് ചെയ്യാനുള്ള വഴികളാണ് പറയുന്നത്. പുതിയ ജോയിനിങ്, രണ്ടാമത് ടെർമിനേഷൻ ഒഴിവാക്കുക, മൂന്നാമത്തേത് പ്രൊഡക്റ്റ് യൂസേജ് വർദ്ധിപ്പിക്കുക. പ്രൊഡക്റ്റ് യൂസേജ് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പുതിയ പ്രൊഡക്റ്റ് വരുന്നു, ഒരാൾ ആർസ്യമിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഇത്രയധികം സെഗ്മെന്റുള്ള എല്ലാ പ്രൊഡക്റ്റും പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? 23 ന്യൂട്രിചാർജ് പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ആളുകൾ കേരളത്തിൽ വിരലയിൽ ഉണ്ടാവുന്നവരെ കാണുള്ളൂ.
ഓർമ്മ വെച്ച് ഓരോ പ്രൊഡക്റ്റും കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ആളുകൾ വളരെ കുറവായിരിക്കും. ഒരു വിഷ്വൽ പി പി ടിയോ കൊടുത്താൽ പറഞ്ഞു കൊടുക്കാൻ പറയുന്ന ആൾ കുറച്ചുകൂടെ ഉണ്ടാവും. പക്ഷേ 1,60,60,000 പേര് സാധനം വാങ്ങിക്കുന്നവരിൽ ഏതാണ്ട് 60,000-ഓളം ആളുകൾ 6 മാസത്തിൽ ഒരിക്കലെങ്കിലും ന്യൂട്രിചാർജ് വാങ്ങുന്നവരുണ്ട്. അവരോട് ചോദിച്ചാലും 23 പേര് അവർക്ക് പറയാൻ കഴിയുന്നുണ്ടാവില്ല. ഗുഡ് ഡോട്ട്, ഹരിസഞ്ജീവിനി, ന്യൂട്രിചാർജ്, കീസോൾ എന്ന് തുടങ്ങി വിവിധ തരത്തിലുള്ള സെഗ്മെന്റിൽ ഇഷ്ടം പോയിട്ടുണ്ട്. നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഇത് ഉപയോഗിക്കാനുള്ളതാണ്. ഉപയോഗിച്ചാൽ അവർക്ക് നേട്ടം ഉണ്ടാകുന്നതാണ്, അവരുടെ ചെലവ് കുറയുന്നതാണ്, അവരുടെ ആരോഗ്യം മെച്ചപ്പെടുന്നതാണ്, അവർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഇതിന് പകരം ഒരു മാർക്കറ്റിൽ നിന്ന് വാങ്ങി ഉപയോഗിച്ചാൽ അവർക്ക് മാത്രമല്ല നമ്മൾക്കും നമ്മുടെ നാടിനും നഷ്ടമുണ്ടാവും എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കൂടെ വന്നിട്ടുള്ള ആളുകൾക്ക് പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള നോളജ് കൊടുക്കാനുള്ള വഴികൾ എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ പ്രയോജനപ്പെടുത്തണം. എത്ര സൂം മീറ്റിംഗ് ഉണ്ടോ അതൊക്കെ പങ്കെടുപ്പിക്കണം. അതിനുവേണ്ടി വിളിക്കണം. വിളിക്കുമ്പോൾ അവർക്ക് ശല്യമായിട്ട് തോന്നിയേക്കാം, നോ പ്രോബ്ലം. അവർക്ക് ഇപ്പോൾ ശല്യമായിട്ട് തോന്നുന്നത് ഒരു കാര്യം മനസ്സിലാക്കാഞ്ഞിട്ടാണ്. നമ്മുടെ ന്യൂട്രിചാർജ് ട്രെയിനർ സുരേഷ് സാറിന്റെ പ്രോഗ്രാം നടക്കുന്നു. നമ്മുടെ കീസോൾ ട്രാൻസ്ഫോർമേഴ്സിലെ ശ്രീധർ മാഡത്തിന്റെയും നേഹ മാഡത്തിന്റെയും പ്രോഗ്രാം നടക്കുന്നു. നമ്മുടെ ഗുഡ് ഡോട്ടിന്റെ ട്രെയിനറായിട്ടുള്ള നമ്മുടെ കൃഷ്ണ മാഡത്തിന്റെ പ്രോഗ്രാം നടക്കുന്നു. കമ്പനിയുടെ ആളുകൾ തന്നെ ഇത്തരത്തിലുള്ള ട്രെയിനിങ് തരും. നമ്മുടെ ഡോക്ടർ കപിൽ കപൂർ സാറിന്റെ പ്രോഗ്രാം വരുന്നു. അതുകൂടാതെ കേരളത്തിലെ തന്നെ പല ലീഡേഴ്സ്, ഡോക്ടർ രാജൻ സാറിന്റെയും വീരാംഗന എഞ്ചിനീയർ കനകമ്മ മാഡത്തിന്റെയും സംയുക്തമായിട്ടുള്ള പ്രോഗ്രാം എല്ലാ ശനിയാഴ്ച നടക്കുന്നു. ഇതിലൊക്കെ എന്താണ് ആളുകൾ വരാത്തത്? ഒറ്റ കാരണമുള്ളൂ, നമ്മൾ ചെയ്യുന്നില്ല. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന 1000 പേര് എന്തെങ്കിലുമൊക്കെ നേടണമെന്ന് വിചാരിക്കുന്ന ആളുകളാണ്. നിങ്ങൾ മനസ്സ് വെച്ചാൽ ഒരൊറ്റ സൂം പ്രോഗ്രാം പോലും 1000 താഴെ ഉണ്ടാവില്ല. കാരണം 3 പേര് നിങ്ങളുടെ ടീമിൽ നിന്ന് പങ്കെടുക്കും നിങ്ങൾ ഉറപ്പ് വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ സ്ഥലമുണ്ടോ? അത് എന്തിനാ നമ്മൾ ചെയ്യുന്നത്? നമുക്ക് വളരണം. നമുക്ക് വളരണമെങ്കിൽ നമ്മുടെ കൂടെ വരുന്ന ആളുകളെ വളർത്തി അവർക്ക് നേട്ടം ഉണ്ടാക്കിയിട്ടല്ലാതെ നമുക്ക് വളരാൻ പറ്റില്ല. അതിനുള്ള വഴിയാണ് അവർക്ക് പ്രൊഡക്റ്റ് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ പ്രൊഡക്റ്റ് ട്രെയിനിങ് എവിടെയൊക്കെയാണോ ഉള്ളത് സംഘടിപ്പിച്ചു കൊടുക്കുക. ഡെമോൺസ്ട്രേഷൻ, ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ സർക്കുലേറ്റ് ചെയ്ത ഒരു വീഡിയോ ഉണ്ട്. പവിഴം എന്ന് പറയുന്ന ഒരു ഉപ്പ്, അത് കലക്കി നോക്കി അതിനകത്ത് മാലിന്യങ്ങളുള്ളത് അത് വെച്ച് അദ്ദേഹം ആ കമ്പനിയുടെ ആളെ വിളിച്ച് സംസാരിക്കുന്നൊക്കെ വീഡിയോ. പണ്ട് ആർസിൽ ഇത്തരം പ്രൊഡക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഞങ്ങൾ കാണിച്ചു കൊടുക്കുമായിരുന്നു ആളുകൾക്ക് മനസ്സിലാക്കാൻ. നമ്മുടെ ഉപ്പ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആർസിഎമ്മിന്റെ നന്മ മനസ്സിലാക്കണമെങ്കിൽ, ആർസിഎമ്മിന്റെ എത്തിക്സ് മനസ്സിലാക്കണമെങ്കിൽ, ആർസിഎമ്മിന്റെ ലക്ഷ്യം മനസ്സിലാക്കണമെങ്കിൽ ആ ഒരൊറ്റ പ്രൊഡക്റ്റിനെ കൂടി മനസ്സിലാക്കിയാൽ മതി. ഏതാണ്ട് രാജസ്ഥാനിൽ നിന്ന് ഏതാണ്ട് 3000 കിലോമീറ്റർ ദൂരെയുള്ള കേരളത്തിൽ ഒരു മാസം എത്ര ടൺ ഉപ്പാണ് വരുന്നത്? ഈ ഉപ്പിന് പകരം ന്യൂട്രിചാർജോ ഹരിസഞ്ജീവിനിയോ കീസോളോ അല്ലെങ്കിൽ അതുപോലെ ഭാരം കുറഞ്ഞ സാധനങ്ങളാണ് കൊണ്ടുവരുന്നെങ്കിൽ എത്ര ലക്ഷത്തിന്റെ കൂടുതൽ ടേൺ ഓവർ അവർക്ക് ചെയ്യാൻ കഴിയും? എത്ര ലക്ഷം രൂപ വണ്ടിക്കൂലി ഇനത്തിൽ ആർസിഎമ്മിന് ലാഭിക്കാൻ കഴിയും? പിന്നെ എന്തിനാണ് ഈ ഉപ്പ് ഇങ്ങോട്ട് കൊടുത്തു വിടുന്നത്? കാരണം നമ്മുടെ ശരീരത്തിലേക്ക് മാലിന്യങ്ങൾ കടന്നു വരുന്ന വഴി അടയ്ക്കുക എന്നുള്ളത് ആർസിഎമ്മിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നാണ്. അതുകൊണ്ടാണ് ഇത്രയും പണച്ചെലവ് സഹിച്ചുകൊണ്ടും ആർസിഎം രാജസ്ഥാനിൽ നമുക്ക് ഉപ്പ് തന്നു വിടുന്നത്. ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇവിടെയും ആർസിഎമ്മിന്റെ ഉപ്പിന് വില കൂടുതലാന്ന് പറഞ്ഞ് ചിലപ്പോ മാർക്കറ്റിൽ നിന്ന് ചാത്തിനുപ്പ് വാങ്ങിക്കുന്ന ആളുകൾ കാണും. നമ്മുടെ ഉപ്പിന് ക്വാളിറ്റി, ആ നിലവാരമുള്ള ഉപ്പ് കിട്ടണമെങ്കിൽ ഇതിന്റെ എത്രയോ കൂടി പൈസ പുറത്ത് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഡെമോൺസ്ട്രേഷൻ, നമ്മുടെ പ്രൊഡക്റ്റുകൾ താരതമ്യം ചെയ്യുന്ന ഡെമോൺസ്ട്രേഷൻ കാണിച്ചു കൊടുത്താൽ ആളുകളുടെ മനസ്സിൽ നിൽക്കും. എക്സ്പീരിയൻസിങ്, റൈസ് ബ്രാൻ ഓയിലിനെ കുറിച്ച് പറയുന്നു, റൈസ് ബ്രാൻ ഓയിലിന്റെ ഗുണം പറയുന്നു. അതുകൊണ്ടാണ് നമുക്ക് കിട്ടുന്ന ഈറ്റബിൾസ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. 10 തരത്തിലുള്ള മിക്സർ ഉണ്ട്, അല്ലെങ്കിൽ സ്നാക്സ് ഉണ്ട്, അതുപോലെ 4 തരത്തിലുള്ള ബിസ്ക്കറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരല്പം മിക്സർ അവരുടെ കയ്യിൽ വെച്ച് കൊടുക്കുക, നമ്മുടെ മുങ്കിതാല് വെച്ച് കൊടുക്കുക, കഴിച്ചു നോക്കാൻ പറയുക, അതിൽ എഴുതിയിരിക്കുന്നത് കാണിച്ചു കൊടുക്കുക. ഡെമോൺസ്ട്രേഷൻ, എക്സ്പീരിയൻസ് ആൻഡ് ടെസ്റ്റിമോണിയൽസ്. ഉൽപ്പന്നം ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയിട്ടുള്ള ആളുകളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുക. ന്യൂട്രിചാർജ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടി എത്രയോ ആളുകൾ, ന്യൂട്രിചാർജ് മാത്രമല്ല കീസോളിന്റെ ആണെങ്കിലും അതുപോലെ മറ്റ് പല പ്രോഡക്റ്റുകൾ, ഹരിസഞ്ജീവനി ഉപയോഗിച്ച റിസൾട്ട്, അങ്ങനെ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ആളുകളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് പ്രോഡക്റ്റിന്റെ യൂസേജ് വർദ്ധിപ്പിക്കാൻ കഴിയും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടൂൾസ്. ഈ പറയുന്നതൊക്കെ കേൾക്കും, പക്ഷേ ഓർമ്മ നിൽക്കണമെങ്കിൽ എത്ര ന്യൂട്രിചാർജ് DHA കഴിക്കണം, കഴിച്ചാലും നിൽക്കുമോ? അവിടെയാണ് ടൂൾസിന്റെ ഉപയോഗം. നമുക്ക് കമ്പനി തരുന്ന ഒരു പ്ലാൻ ബുക്ക് ഉണ്ട്. ആ പ്ലാൻ ബുക്ക് എന്നുള്ളതിന്റെ പേര് മാറും ഇനി, അഭിയാൻ പ്രചാര പുസ്തിക എന്നൊക്കെ ആയിരിക്കും വരുന്നത്. അതിനകത്ത് എന്താണ് ആർസിഎം, എന്ത് ചെയ്യുന്നു എന്നുള്ളതിനോടൊപ്പം അത്യാവശ്യം
പ്രൊഡക്റ്റുകളെ കുറിച്ചുള്ള ലഘു വിവരണവും കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു നവീകരിച്ച പതിപ്പ് നമ്മുടെ സ്റ്റാർ റൂബി സുജിത് സാർ മലയാളത്തിൽ തർജ്ജമ ചെയ്ത് തയ്യാറാക്കിയിരുന്നു. അത് കേരളത്തിൽ കുറെ ആളുകളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിന്റെ ലേറ്റസ്റ്റ് പതിപ്പ് സുജിത് സാർ തയ്യാറാക്കിയിട്ടുണ്ട്. ആവശ്യമുള്ള ആളുകൾ അദ്ദേഹത്തെ ബന്ധപ്പെടുക. എത്രയും വേഗം അത് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നത്ര വാങ്ങിക്കുക. നിങ്ങളുടെ ടീമിലുള്ള എല്ലാവർക്കും കൊടുക്കുക. കാരണം യൂസേജ് ഓഫ് ടൂൾസ് നിങ്ങളുടെ ഗ്രോത്തിന് വളരെയധികം സഹായിക്കും. 2011 ഞങ്ങൾ ആദ്യമായി ഹെൽത്ത് കാർഡിന്റെ നോട്ടീസ് മലയാളത്തിൽ അടിച്ചത്. അന്ന് അതിനകത്ത് ആധികാരികതയായി ഞാൻ കൊടുത്തിരുന്നത് എറണാകുളത്തെ അമൃത ഹോസ്പിറ്റലിലെ ഡോക്ടർമാരിറക്കുന്ന ഒരു മാഗസിൻ ഉണ്ടായിരുന്നു, ഡയബീറ്റ്. ആ മാഗസിനകത്ത് വന്ന ഒരു ആർട്ടിക്കിളിൽ റൈസ് ബ്രാൻ ഓയിലിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് അതിന്റെ ആധികാരികതയായി ഞാൻ ഉൾപ്പെടുത്തിയിരുന്നത്. ഇന്ന് നമ്മൾ അങ്ങനെ നോട്ടീസൊന്നും അടിക്കണ്ട. അത്രയധികം ടൂൾസ് കമ്പനി തന്നെ തരികയാണ്. ഗാമോർസോണിന്റെ ബുക്ക് മലയാളത്തിലുണ്ട്. അതിൽ ഇംഗ്ലീഷ് ഡോക്ടർമാർക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു വലിയ ബുക്കുണ്ട്. ന്യൂട്രിചാർജിന്റെ വിഷ്വൽ എയ്ഡ്, ഹരിസഞ്ജീവിന്റെ വിഷ്വൽ എയ്ഡ്, ന്യൂട്രിചാർജിന്റെ ഹീമോഗ്ലോബിൻ അനാലിസിസ് ചെയ്യാൻ പറ്റുന്ന ബുക്കുകൾ, അങ്ങനെ ഇഷ്ടം പോലെ. ഇതൊക്കെ നമ്മൾ വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യണം. ഒരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതിന്റെ കീ സെല്ലിംഗ് പോയിന്റ്സ് നമ്മൾ ഓർക്കണം, പറഞ്ഞു കൊടുക്കണം. നമ്മൾ ടീമിലുള്ളവർ മനസ്സിലാക്കണം. സാഹചര്യത്തിനും കാലത്തിനും അനുസരിച്ചുള്ള അറിവ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഞാനിപ്പോൾ ഒരു പ്രൊഡക്റ്റ് കാണിക്കുന്നുണ്ട്. ഇത് ഉപയോഗിക്കുന്നവർ എത്ര പേരുണ്ട്? ഇതെന്താണ് ഈ പ്രൊഡക്റ്റ് എന്ന് അറിയാവുന്നവർ എത്ര പേരുണ്ട്? നിങ്ങൾ വീഡിയോ ഓൺ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കാണാം. ഓക്കെ, എന്നെയാണ് സ്പോട്ട്ലൈറ്റ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് കാണാം. ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആളുകൾ, ഒരിക്കലെങ്കിലും ഉപയോഗിച്ചിട്ടുള്ള ആളുകൾ, നമ്മൾ 1000 പേരുള്ളതിൽ ഹേമന്ത് സാറേ 100 പേര് പോലും ഇത് ഉപയോഗിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. ആർസിമിൽ തരുന്ന ഒരു പ്രൊഡക്റ്റും ആവശ്യമില്ലാത്തതില്ല, നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. ആർസിമിന്റെ സൂത്രവാക്യം പറയുന്നത് CAR, കാർ, കൺസ്യൂമബിൾ, അഫോർഡബിൾ, റിപ്പീറ്റബിൾ. ഈ എണ്ണ ഞാനിപ്പോ കാണിച്ചെന്താണെന്നറിയോ? ഷിനോൾ നേച്ചർ കൂൾ ഓയിൽ. ഇതിനെക്കുറിച്ച്, ഇതിന്റെ ഉപയോഗം പറയാൻ പറ്റുന്നവർ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, താങ്ക് യു. അപ്പൊ ഉറക്കമില്ലാത്തവർക്ക് ഉറങ്ങാൻ പറ്റും. ഇപ്പോഴേ ഉറക്കം കൂടുതലുള്ളവർ എന്ത് ചെയ്യും? ശരിയല്ലേ? ഞാൻ ഇതിന്റെ ഇപ്പൊ കണ്ട ഒരു മെസ്സേജ് ഉണ്ടല്ലോ, അതിനു വേണ്ടിയാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. ആരാ മെസ്സേജ് ഇട്ടാ നോക്കട്ടെ. കൊതുക് കടിക്കാതിരിക്കും, ഡെയ്സി ജോയ് മാഡം. കൊതുക് കടിക്കില്ല. യെസ്, ഇപ്പൊ മഴക്കാലമാണ്, എവിടെ പോയാലും കൊതുകാണ്. നമ്മുടെ നാട്ടിൽ റബ്ബർ വെട്ടാനും തോട്ടത്തിൽ പണിക്കും ഒക്കെ പോകുന്ന ആളുണ്ടല്ലോ. തെങ്ങിൻ തോട്ടത്തിൽ തേങ്ങ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ തേങ്ങ പെറുക്കാൻ പോകുന്നവര്, നമ്മുടെ തൊഴിലുറപ്പിന് പോകുന്നവര് ഒക്കെ ഉണ്ടല്ലോ. ഇത് ഒരെണ്ണം കൊടുക്കുക. ഒരു ചെറിയ ലെയർ എവിടെയൊക്കെയാണോ എക്സ്പോസർ ആയിട്ടുള്ളത് അവിടെ പുരട്ടിക്കോളൂ. 6 മണിക്കൂർ നേരത്തേക്ക് ഒരു കൊതുക് ആ പ്രദേശത്തേക്ക് വരില്ല. ഇങ്ങനെ ഒരു ഉപയോഗം നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയാൽ ഈ സീസണിൽ ഈ എണ്ണയുടെ ഡിമാൻഡ് 100 ഇരട്ടി വർദ്ധിക്കും. ഞാൻ പറയുന്നത്, ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി പറഞ്ഞു കൊടുത്ത് നമ്മുടെ ടീമിലുള്ള ആളുകൾക്ക് അത് ഉപയോഗിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. ഓക്കെ, അപ്പോ നമുക്ക് ഒരല്പം കൂടെ സ്പീഡ് കൂട്ടേണ്ടി വരും. അപ്പൊ പ്രൊഡക്റ്റ് യൂസേജ് വർദ്ധിപ്പിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതിൽ പ്രൊഡക്റ്റ് ട്രെയിനിങ് കൊടുക്കണം, ഡെമോൺസ്ട്രേഷൻ കൊടുക്കണം, എക്സ്പീരിയൻസിങ്ങിന് അവസരം ഉണ്ടാക്കണം, ടെസ്റ്റിമോണിയൽസ്, ടൂൾസ്. നെക്സ്റ്റ്, സെയിൽസ്. പ്രൊഡക്റ്റ് സെയിൽ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ സെയിൽ എന്ന് പറയുന്ന കച്ചവടം, വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഇവിടെ അങ്ങനെ മാത്രമല്ല. ആർസിമിന്റെ ഒരു പ്രൊഡക്റ്റ് ഒരാൾക്ക് കൊടുക്കുമ്പോൾ അവിടെ സെയിൽ എന്ന് പറയുന്ന ആക്ടിവിറ്റിയാണ് നടക്കുന്നതെങ്കിലും അവിടെ അവരുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്നു, അവർക്ക് നേട്ടമുണ്ടാകുന്നു, അല്ലെ, അവരെ സഹായിക്കുന്നു. ഇതൊക്കെയുണ്ട്. ഇതിന് ഈ സെയിൽസ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് കമ്പനി തന്നെ ക്ലബ്ബുകൾ ചെയ്യുന്നത്. ആ ക്ലബ്ബ് എന്ന് പറയുമ്പോൾ നിശ്ചിത PV റെഗുലറായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് ചെറിയ നേട്ടങ്ങൾ അനൗൺസ് ചെയ്തുകൊണ്ടാണ് ഈ ക്ലബ്ബുകൾ നടത്തുന്നത്. അപ്പോൾ ഡയമണ്ട് ക്ലബ്ബ്, സൂപ്പർ ഡയമണ്ട് ക്ലബ്ബ് എന്നൊക്കെ നമ്മൾ പറയുന്നത് കേൾക്കാം. പിന്നെ അതല്ലാതെ കമ്പനിയോ ബ്രാൻഡ് പാർട്ട്നേഴ്സോ ഒക്കെ ടാർഗറ്റ് തരുന്നത്. ഇപ്പൊ നമുക്കറിയാം, കമ്പനി തരുന്ന ഒരു ടാർഗറ്റാണ്, റെഗുലർ ടാർഗറ്റാണ്. എന്താണ്? ഉഡാൻ. 2500 രൂപയുടെ കീസോൾ പ്രൊഡക്റ്റുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർക്ക് കീസോളിനെ കുറിച്ച് പഠിക്കാനുള്ള അവസരം കിട്ടും. അതല്ലെങ്കിൽ അവർക്ക് സ്പെഷ്യലായിട്ട് പഠിക്കാൻ പറ്റില്ല, നിങ്ങൾ തന്നെ പഠിക്കണം. ഇപ്പൊ 2500 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ച് 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഉഡാനിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഗുണമുണ്ടാകും? കീസോൾ പ്രൊഡക്റ്റുകളെ കുറിച്ച് പഠിക്കാം. പഠിച്ചു കഴിഞ്ഞാൽ അത് സെയിൽ ചെയ്യാൻ കഴിയും. ലോഞ്ചറീസ് ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്നത് കേരളത്തിലാണ്. അതിന് കാരണം എന്താണ്? അതിനെക്കുറിച്ചുള്ള ട്രെയിനിങ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് കേരളത്തിലാണ്. അത് കേട്ട് പഠിക്കുന്ന ആളുകൾ അത് പ്രൊമോട്ട് ചെയ്യുന്നു. അതുപോലെ
ഏത് പ്രൊഡക്റ്റിനെ കുറിച്ചാണെങ്കിലും കമ്പനി തരുന്ന ടാർഗറ്റുകൾ മനസ്സിലാക്കി അത് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഉഡാൻ കോഴ്സ് പാസ്സാകുന്ന അല്ലെങ്കിൽ ഉഡാൻ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് KSO നടത്താനുള്ള അറിവ് കിട്ടും. KSO നടത്താന്ന് പറഞ്ഞാൽ കീസോൾ ഔട്ട്ലെറ്റോ എക്സ്ക്ലൂസീവ് കീസോൾ ഔട്ട്ലെറ്റോ നടത്താം. വീട്ടിലിരുന്നു കൊണ്ട് ഒരു നല്ല വരുമാനം ഉണ്ടാക്കാൻ ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് കിട്ടുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള, സേഫ് ആയിട്ടുള്ള, സുരക്ഷിതമായിട്ടുള്ള അവസരമാണ്. അതിന് ഈ ഉഡാൻ ചെയ്യുന്നതിലൂടെ കഴിയും. അതുപോലെ കമ്പനി തരുന്ന മറ്റൊരു, അല്ലെ ബ്രാൻഡ് പാർട്ണർ തരുന്ന മറ്റൊരു റെഗുലർ ടാർഗറ്റ് ആണ് ILCT. ഇന്ന് അതിന്റെ പേര് രജിസ്റ്ററാണ്, ലാസ്റ്റ് ഡേ ആയിരുന്നു. ഇപ്പൊ നമ്മൾ 1000 പേര് ഈ ഗ്രൂപ്പിലുണ്ട്. ഞാൻ പറയുന്നു, ഇന്ത്യ ലെറ്റ്സ് കുക്ക് ടുഗദർ എന്ന് പറയുന്ന ഗുഡ്ഡോട്ട് പ്രൊഡക്റ്റ് പഠിക്കാനുള്ള ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ വീട്ടിൽ വളരെ രുചികരമായി എളുപ്പത്തിൽ ഗുഡ്ഡോട്ട് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി പാചകം ചെയ്യാനുള്ള അവസരം കിട്ടും. ഇന്ന് കമ്പനി അത് പഠിപ്പിക്കാനായിട്ട് നമുക്കൊരു ട്രെയിനറെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ക്രിസ്റ്റീന മാഡം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എവിടെയാണോ ലീഡേഴ്സ് അല്ലെങ്കിൽ POC ഓണേഴ്സ് പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്നത് അവിടെ അവര് പറയുന്ന ലേൺ ആൻഡ് ടേസ്റ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു. അതിലൂടെ ആളുകൾക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിവുണ്ടാകുന്നു, എങ്ങനെ പാചകം ചെയ്തെന്ന് പഠിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ബേസ് എന്ന് പറയുന്നത് ഈ ILCT എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. അങ്ങനെ ILCT പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ ടീമിൽ നിങ്ങൾ 10 പേരെ റെക്കമെൻഡ് ചെയ്താൽ അവര് ആ പാചകം പഠിക്കാനായിട്ട് ഒരു 7 ദിവസം ആ പ്രോഗ്രാമിൽ കയറിയാൽ അവർ ഗുഡ്ഡോട്ട് പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുമ്പോൾ അതിന്റെ PV നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിലേക്ക് ഒരു വളർച്ചയ്ക്ക് കാരണമാകും. ആലോചിച്ച് നോക്കുക, നമ്മളിവിടെ ഇരിക്കുന്ന ആളുകൾ നമ്മുടെ ടീമിൽ നിന്ന് ഒരു 10 പേരെ ഈ ഗുഡ്ഡോട്ടിന്റെ ILCTയിലേക്ക് പങ്കെടുപ്പിച്ചു കഴിഞ്ഞാൽ അവരെല്ലാവരും സാധനം വാങ്ങിക്കുമ്പോൾ PV കൂടുവോ ഇല്ലയോ? ഇനി ഇതിന്റെ കൂടെ മറ്റൊരു അവസരം ഉണ്ടെന്നറിയോ? ലെവൽ 1 കംപ്ലീറ്റ് ചെയ്യാനായി നിങ്ങൾ 100 പേരെ റെക്കമെൻഡ് ചെയ്ത് അവർ കംപ്ലീറ്റ് ചെയ്താൽ ഗുഡ്ഡോട്ട് നിങ്ങൾക്കൊരു ടൂർ അവസരം തരുന്നുണ്ട്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ കമ്പനിയോ ബ്രാൻഡ് പാർട്ട്നേഴ്സോ തരുന്ന ടാർഗറ്റുകൾ, ഗാമോർസിനൊരു ടാർഗറ്റ് ഉണ്ട്. നിങ്ങൾക്കറിയാം, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 4 മാസം കൂടെ ചേർന്ന് സ്വന്തം ഐഡിയിൽ 100 അതിൽ കൂടുതലോ ചെയ്യുന്ന ആളുകൾക്കാണ് ഈ അവസരം. 100 പീസ് ഗാമോർസ് സ്വന്തം ഐഡിയിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഫാക്ടറി വിസിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകും. 150 ചെയ്താൽ അവർക്ക് കപ്പിളായിട്ട് പോകാം. കുട്ടികൾക്ക് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ടാർഗറ്റ് ബാധകമല്ല. എന്നാൽ 5 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികളെ നിങ്ങൾക്ക് കൊണ്ടുപോകണമെങ്കിൽ ഒരാൾക്ക് 20 എന്ന തരത്തിൽ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഒരു 190 എണ്ണം നിങ്ങൾ 4 മാസം കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ടൂറിൽ പങ്കെടുക്കാം. ആ ടൂറാണ് യഥാർത്ഥത്തിൽ ഫാക്ടറി വിസിറ്റ് എന്ന് പറഞ്ഞാലും ഒരു പ്രീമിയം 4-സ്റ്റാർ ഹോട്ടലിലെ താമസം, 1 ഡേ 1 നൈറ്റ് സ്റ്റേ ആണ്. നിങ്ങൾ ചെല്ലുന്ന ചെക്ക് ഇൻ ചെയ്യുന്ന ദിവസം തന്നെ ഒരു ഡെലിഷ്യസ് ആയിട്ടുള്ള ഒരു ബൊഫെ ലഞ്ച് നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം ഫാക്ടറി വിസിറ്റ് ഉണ്ടാകും, ഇതിന്റെ സെലിബ്രേഷൻ ഉണ്ടാകും. സെലിബ്രേഷൻ സമയത്ത് കമ്പനിയുടെ MD അതുപോലെ ഡയറ്റീഷ്യൻ ഇഷാവശിഷിന്റെ കൂടെ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനുള്ള അവസരം ഉണ്ടാകും. നൈറ്റിൽ സെലിബ്രേഷൻ ഉണ്ടാകും, ഗാല ഡിന്നർ ഉണ്ടാകും. അന്ന് നിങ്ങൾ ആ ഹോട്ടലിൽ താമസിക്കും, അവിടുത്തെ സൗകര്യങ്ങളൊക്കെ ആസ്വദിക്കും. പിറ്റേ ദിവസം രാവിലെ അവിടെ നിന്നുള്ള എന്താ പറയുക പ്രീമിയം ലെവലുള്ള ബ്രേക്ക്ഫാസ്റ്റും ആസ്വദിച്ചിട്ടായിരിക്കും നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുന്നത്. ഇതിനെന്താ ചെയ്യേണ്ടത്? ആലോചിച്ച് നോക്കുക. സാധാരണക്കാരിൽ എത്ര പേർക്ക് ഇങ്ങനെ ടൂർ പോകാൻ കഴിയുന്നുണ്ട്? അങ്ങനെ ടൂർ പോയാൽ ഇത്രയും നിലവാരത്തിലുള്ള ഒരു ഹോട്ടലിൽ താമസിക്കാനോ പ്രോഗ്രാം പങ്കെടുക്കാനോ കഴിയുന്നുണ്ടാകും. ഇതിനോടൊപ്പമാണ് ഈ പറയുന്ന ഹെൽത്ത് ഗാർഡും ഗാമോർസോടും ഉണ്ടാക്കുന്ന ഫാക്ടറി കാണാനുള്ള അവസരം. റൈസ് ബ്രാൻ ഓയിൽ എന്ന് പറയുമ്പോൾ അതിന് ഇത്രമാത്രം തവിട് എവിടെയാ ഉള്ളത്? നിങ്ങളെല്ലാം പറ്റിക്കാൻ പറ്റൂ? ചോദിക്കില്ല ആളുകൾ. അവരോടൊക്കെ അവിടെ പോയി നിന്ന് ഹെൽത്ത് കാർഡ് പാക്ക് ചെയ്ത് വരുന്നതിന്, ഗാമോർസ് പാക്ക് ചെയ്ത് വരുന്നതിന് കൂടെ നിങ്ങളുടെ സെൽഫി എടുത്ത് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കണം. അതിനുള്ള അവസരമാണ്. അപ്പൊ ഇത്തരത്തിൽ ടാർഗറ്റുകളും ഒക്കെ കമ്പനികളും അല്ലെങ്കിൽ കമ്പനിയും പാർട്ട്നേഴ്സും ഒക്കെ തരുന്നതൊക്കെ നമ്മൾ എടുക്കണം. സെലിബ്രേഷൻ, റെക്കഗ്നിഷൻ ആൻഡ് റിവാർഡ്. നന്നായി പെർഫോം ചെയ്യുന്ന ആളുകളെ സെലിബ്രേറ്റ് ചെയ്യണം, അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കണം, അവർക്ക് പുരസ്കാരങ്ങൾ കൊടുക്കണം. ന്യൂട്രിചാർജിന്റെ മിഷൻ 15 crore ന്യൂട്രിചാർജ് വുമൻ സെയിൽ ചെയ്യുന്ന ആളുകൾക്ക് കമ്പനി പ്രഖ്യാപിച്ചിരുന്ന അവാർഡുകൾ ബോംബെയിൽ കൊടുത്തു. ബോംബെയിൽ പോകാൻ പറ്റാതിരുന്ന ആളുകൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് മെയ് മാസം 4-ാം തീയതി കേരളത്തിൽ പ്രോഗ്രാം നടത്തി. അതിലുള്ള ആളുകൾക്ക് പുരസ്കാരങ്ങൾ, സമ്മാനങ്ങൾ, അവാർഡുകളൊക്കെ കൊടുത്തു, അല്ലെ? അങ്ങനെ ആ ഒരു ടാർഗറ്റ് ഉണ്ട് എന്ന് അനൗൺസ് ചെയ്യുമ്പോൾ ഇതിൽ താല്പര്യമുള്ള ഒത്തിരി ആളുകൾ നമ്മുടെ ടീമിലുണ്ടാകും. അവരോട് പറഞ്ഞാലല്ലേ അവർ ചെയ്യൂ, അവരറിഞ്ഞാലല്ലേ ചെയ്യൂ. അതുകൊണ്ട് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് ഇത്തരത്തിൽ ടാർഗറ്റുകളൊക്കെ അറിയിക്കണം. അങ്ങനെ ടാർഗറ്റ് ചെയ്യുന്ന ആളുകളെ സെലിബ്രേറ്റ് ചെയ്യണം, റെക്കഗ്നൈസ് ചെയ്യണം, റിവാർഡ് ചെയ്യണം. അപ്പോൾ സെയിലിന് പ്രൊമോഷൻ ആകും. പിന്നെ കൺസിസ്റ്റൻസി. സെയിൽസ് എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റ് സെയിൽ, RSMന്റെ ഉൽപ്പന്നങ്ങൾ, അത് മെമ്പർഷിപ്പ് ഇല്ലാത്ത ആളുകൾക്ക് ഉപയോഗിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് അതിനെ സെയിൽ എന്ന് പറയുക. അപ്പോൾ
കൺസിസ്റ്റൻസിയുടെ ബെനിഫിറ്റ്സ് നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ, എന്താണ് കൺസിസ്റ്റൻസി? റെഗുലറായി ആർസിഎം ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന നേട്ടങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവിടെ ഒരു സെയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോ നമ്മൾ എന്താ വേണ്ടത്? PV വർദ്ധിപ്പിക്കാൻ വേണ്ട ആക്ടിവിറ്റീസിൽ പെടുന്നതാണ് സെയിൽ. അങ്ങനെ സെയിൽ പ്രൊമോട്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ് കൺസിസ്റ്റൻസിയുടെ പ്രൊമോഷൻ, കൺസിസ്റ്റൻസി. അപ്പൊ ഇത്തരത്തിൽ ക്ലബ്ബുകൾ ചെയ്യുകയും കമ്പനി ടാർഗറ്റുകൾ ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്ന, കൺസിസ്റ്റൻസി ഒക്കെ നന്നായിട്ട് റെഗുലർ ചെയ്യുന്ന ആളുകളെ ഒക്കെ നന്നായി പ്രോഗ്രാമുകളിൽ റെക്കഗ്നൈസ് ചെയ്ത് അപ്രീഷിയേറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യുന്ന ആളുകളുടെ ഒരു ടീം, മിടുക്കരായ ആളുകളുടെ ടീം നിങ്ങളുടെ ടീമിൽ ഉണ്ടാവണം. അതിനെയാണ് കമാൻഡോസ് എന്ന് പറയുന്നത്. കൂടുതൽ ആളുകളെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ആളുകൾ, അവരെ ഒരു മീറ്റിങ്ങിൽ വിളിച്ച് അവർക്ക് ഒരു പുരസ്കാരം കൊടുക്കുമ്പോൾ, അവരെ അനുമോദിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന മറ്റുള്ളവർക്ക് തോന്നും, ഞാനും വിചാരിച്ചെങ്കിൽ ചെയ്യാമായിരുന്നു, അടുത്ത പ്രാവശ്യം ഞാനും ചെയ്യും, അല്ലേ? അത്തരത്തിൽ നമ്മുടെ സിസ്റ്റത്തിന്റെ ഭാഗമാണ് എല്ലാ മാസവും എല്ലാ 3 മാസം കൂടുമ്പോഴും നമ്മൾ കേരളത്തിലെ മുഴുവൻ ടീമിന്റെയും നേട്ടങ്ങൾ ഇത്തരത്തിൽ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു പരിപാടി നടക്കാറുണ്ട്. അത്തരത്തിലുള്ള പ്രോഗ്രാമാണ് ജൂലൈ 27-ാം തീയതി നടക്കാൻ പോകുന്നത് രാജഗിരിയിൽ. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ടീമിനോടൊപ്പം ആ പ്രോഗ്രാമിൽ പങ്കെടുക്കണം. നിങ്ങൾക്ക് അച്ചീവ്മെന്റ് ഇല്ലെങ്കിലും, നിങ്ങളുടെ ടീമിലുള്ളവർക്ക് അച്ചീവ്മെന്റ് ഇല്ലെങ്കിലും, ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവർക്ക് അവർക്കും ഒരു ടീമിന് അച്ചീവ്മെന്റ് വേണമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്താൻ അത് സഹായിക്കും. കൺസിസ്റ്റൻസിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സ്ലാബ് കാണിച്ചിരിക്കുന്നത്. എന്താണ് കൺസിസ്റ്റൻസി? അറിയാവുന്നവരാണ് ഭൂരിപക്ഷം പേരും, എന്നാലും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. 100 മുതൽ 1499 വരെ PV 6 മാസം തുടർച്ചയായിട്ട് ചെയ്താൽ 6 മാസത്തെ ടോട്ടൽ PVയുടെ 12% തുകയ്ക്ക് തുല്യമായ പ്രൊഡക്റ്റ് അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടും. 6 മാസം കഴിയുമ്പോൾ കിട്ടും എന്ന് പറഞ്ഞാൽ 6 മാസം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ വിളിച്ച് ചോദിക്കും, സാറേ 6 മാസം അവർ പർച്ചേസ് ചെയ്തു, അവരുടെ പ്രൊഡക്റ്റ് വന്നില്ലല്ലോ, എന്തുകൊണ്ടാണ് വരാത്തത്? ഡയറക്ട് സെല്ലിങ്ങിന്റെ നിയമം അനുസരിച്ച് 30 ദിവസം വരെ വാങ്ങിച്ച ഉൽപ്പന്നം റിട്ടേൺ ചെയ്യാനുള്ള അനുവാദമുണ്ട്. അതുകൊണ്ട് 31-ാം തീയതി വാങ്ങിക്കുന്ന ആളിനും അടുത്ത മാസം 30-ാം തീയതി പ്രൊഡക്റ്റ് റിട്ടേൺ ചെയ്യാനുള്ള അവസരം ഉണ്ടെന്നുള്ളത് കൊണ്ട് ആ കാൽക്കുലേഷൻ ഫൈനലൈസ് ആക്കുന്നത് 30 ദിവസത്തിന് ശേഷമായിരിക്കും. അതിനുശേഷം ഒരാഴ്ചയെങ്കിലും സമയമെടുത്താണ് എല്ലാം ഫൈനലൈസ് ചെയ്ത ആൾക്ക് കൊടുക്കേണ്ട കമ്മീഷൻ മറ്റൊക്കെ കണക്കൂട്ടുന്നത്. അതിനും ശേഷമായിരിക്കും കൺസിസ്റ്റൻസിയുടെ ബെനിഫിറ്റ് റിലീസ് ചെയ്യുന്നത്. അതുകൊണ്ട് മിക്കവാറും 8-ാമത്തെ മാസം ഒരു 10-ാം തീയതിക്കും 15-ാം തീയതിക്കും ഉള്ളിലായിരിക്കും അത്തരത്തിൽ അവർക്ക് അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നത്. അപ്പോൾ 1500 PV റെഗുലായിട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് 1500 രൂപയുടെ സാധനം കിട്ടും. 2500 ചെയ്താൽ 2500 രൂപയുടെ സാധനം കിട്ടും. 5000 ചെയ്താൽ 5000 രൂപയുടെ സാധനം കിട്ടും. 10,000 PV ചെയ്താൽ 5000 രൂപയുടെ സാധനം കിട്ടും, 3000 രൂപയും കിട്ടും. 25,000 PV ചെയ്താൽ 5000 രൂപയുടെ സാധനവും 12,500 രൂപയുടെ 12,500 രൂപ ക്യാഷ് ആയിട്ടും കിട്ടും. 50,000 PV ചെയ്താൽ 5000 രൂപയുടെ പ്രൊഡക്റ്റും 30,000 രൂപയും കിട്ടും. അങ്ങനെ ചെയ്യുന്ന ധാരാളം ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. കൺസിസ്റ്റൻസിയിലൂടെ വരുമാനം കിട്ടിയിട്ടുള്ള ഫ്രീ പ്രൊഡക്റ്റ് കിട്ടിയിട്ടുള്ള ആളുകൾ ചുമ്മാ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. എന്തിനാണെന്നറിയോ? 1000-ഓളം ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട്. ഇതിൽ ഒരു വലിയ ശതമാനം ആളുകൾ ഈ നേട്ടം ആസ്വദിക്കാത്തവരാണ്, അവർക്കറിയില്ല. 100-ൽ താഴെ PV ചെയ്യുന്ന എത്ര പേരുണ്ടെന്നറിയാവോ? കാരണം അവരൊരു പ്രാവശ്യം കടയിലേക്ക് പോകുന്ന ആവശ്യമുള്ള സാധനമൊക്കെ വാങ്ങിക്കുന്നു. ഒരു 10, 1000, 1500, 2000 PVയുടെ സാധനം മേടിക്കും. അടുത്ത മാസം കടയിൽ ചെന്നിട്ട് അവര് ഒരു പാക്കറ്റ് ചായപ്പൊടി മാത്രം വാങ്ങിച്ചുകൊണ്ട് പോകും. അവർക്ക് അറിയില്ല. 100 PV എങ്കിലും ചെയ്താലേ കൺസിസ്റ്റൻസിയിൽ അവരെ പരിഗണിക്കൂ. 1500 PV ചെയ്താൽ, 2500 PV ചെയ്താൽ, 5000 ചെയ്താൽ കിട്ടുന്ന ബെനിഫിറ്റിനെ കുറിച്ച് അറിയത്തില്ലാത്തത് കൊണ്ട് അവർക്ക് ആവശ്യമുള്ള സാധനം മാത്രം വാങ്ങിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പുതിയതായിട്ട് ഒരാളെ ജോയിൻ ചെയ്യുമ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളിൽ ഇത് നിങ്ങൾ ഉൾപ്പെടുത്തണം. റെഗുലർ ആയിട്ട് പർച്ചേസ് ചെയ്താൽ കിട്ടുന്ന ബെനിഫിറ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. 1000-ഓളം ആളുകൾ ഉള്ളതിൽ കഷ്ടിച്ച് 150 പേര് പോലും കൺസിസ്റ്റൻസി ബെനിഫിറ്റ് കിട്ടിയവരായിട്ടില്ല. സുഹൃത്തുക്കളെ, ഇതിന്റെയും കുറ്റം നമ്മുടേതാണ്. ഗൽത്തി മേരാ ഹേ. നമ്മൾ ടീമിൽ കൊണ്ടുവന്ന ആളുകൾക്ക് അതിന്റെ നേട്ടം പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടാണ്. അല്ലാതെ കിട്ടുന്ന പൈസ വേണ്ടെന്ന് വെക്കാൻ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടാകുമോ? അപ്പൊ എന്ത് ചെയ്യണം? കൺസിസ്റ്റൻസിയുടെ കാര്യം പറഞ്ഞു കൊടുക്കുന്നതിൽ നമ്മൾ ടീമിലുള്ളവരും നീതി പുലർത്താൻ മടിക്കരുത്. ഓക്കെ, അടുത്ത കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് മറക്കല്ലേ. ഗ്രോത്തിന് വേണ്ട വഴികൾ പറഞ്ഞു തരികയാണ്. അടുത്തത് ഓപ്പണിംഗ് ഓഫ് POS എന്ന് പറയുമ്പോൾ പോയിന്റ് ഓഫ് സെയിൽ. പല ആളുകൾക്ക് ഇതിന്റെ ഫുൾ ഫോം അറിയില്ല. PUC എന്ന് പറയുന്നത് തെറ്റിച്ച് പറഞ്ഞതാണെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയല്ല. ആർസിഎമ്മിന്റെ ആദ്യത്തെ ഔട്ട്ലെറ്റ് എന്റെ പേരായിരുന്നു റീജിയണൽ ഡിസ്ട്രിബ്യൂഷൻ സെന്റർ. പിന്നീട് പിക്കപ്പ് സെന്റർ, അതിനാണ് PUC എന്ന് ചുരുക്കപ്പേര്. പിന്നീട് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന പുതിയ പേരാണ് വണ്ടർവേൾഡ് ക്യുക്ക്. അതിനുശേഷം വണ്ടർവേൾഡ് ക്യുക്ക്, എക്സ്പീരിയൻസ് സെന്റർ, അങ്ങനെ പല തരത്തിലുള്ള ഔട്ട്ലെറ്റുകളുണ്ട്. എക്സ്ക്ലൂസീവ് KSO,
കീസോൾ പ്രൊഡക്റ്റുകൾ കൊണ്ടുള്ള കട പുറത്ത് നടത്തുന്നത്, വീട്ടിലല്ലാതെ. അങ്ങനെ നടത്തുമ്പോൾ അവർ ചില മാനദണ്ഡങ്ങളുണ്ട്. ഓപ്പറേറ്റ് ചെയ്യുന്നത് ലേഡി സ്റ്റാഫ് ഉണ്ടായിരിക്കണം. മറ്റ് ബിസിനസിന്റെ കൂടെ അത് ചേർത്ത് ചെയ്യാൻ പാടില്ല. ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു ടെക്സ്റ്റൈൽസിന്റെ ഭാഗമായിട്ട് നിങ്ങൾ എക്സ്ക്ലൂസീവ് കേസോ അനുവദിക്കില്ല. കേസോ എന്ന് പറയുന്നത് വീട്ടിൽ നടത്താനാണ്. അത് സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. വീട്ടിൽ സാധനം വെച്ചുകൊണ്ട് നമ്മുടെ പരിസരത്ത് അയൽവക്കത്തുള്ള നമ്മുടെ ടീമിലുള്ള ആളുകൾക്ക് കീസോൾ ഉൽപ്പന്നങ്ങൾ കൊടുക്കുക. അതിലൂടെ കീസോൾ ഉൽപ്പന്നങ്ങൾ മാത്രമേ വാങ്ങിക്കാൻ അവകാശമുള്ളൂ. അവർക്ക് PUCക്ക് അനുവദിച്ചിരിക്കുന്ന രീതിയിലുള്ള കമ്മീഷൻ കിട്ടും. അവർക്ക് സാധനം ഫ്രീ ആയിട്ട് വീട്ടിലെത്തിച്ച് കിട്ടും. അങ്ങനെ ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ പോരാ. എന്ത് ചെയ്യണം? നമ്മുടെ ടീമിലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. വീട്ടിലിരുന്നുകൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹമുള്ള, താല്പര്യമുള്ള, സൗകര്യമുള്ള ഒത്തിരി ആളുകളുണ്ട്. ആരവരോട് പറഞ്ഞു കൊടുക്കുമോ അവർ ചെയ്യും. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ KSOകളുള്ള സംസ്ഥാനം കേരളമാണ്. ഇനിയും ഇപ്പോൾ ഉള്ളതിന്റെ എത്രയോ മടങ്ങ് KSO കേരളത്തിൽ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ലീഡേഴ്സ് ഈ ഓപ്പർച്യൂണിറ്റി പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ടാണ്. PUC എന്ന് പറയുന്നത് പണ്ടേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഔട്ട്ലെറ്റുകളാണ്. എന്നാൽ പുതിയ ഔട്ട്ലെറ്റുകൾക്ക് വണ്ടവെളിക്ക് വിൽക്കുന്നതാണ് നാമകരണം. 300 സ്ക്വയർ ഫീറ്റ് എങ്കിലും വേണം, 5 ലക്ഷത്തിൻ്റെങ്കിലും സ്റ്റോക്ക് വേണം, കമ്പനി പാറ്റേണുള്ള ഫർണിച്ചർ വേണം. ഇങ്ങനെയുള്ള നിബന്ധനകളൊക്കെ. വണ്ടർവേൾ എന്ന് പറയുമ്പോൾ 2000 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ ഏരിയ വേണം, 25 ലക്ഷത്തിൻ്റെങ്കിലും സ്റ്റോക്ക് വേണം. അങ്ങനെ ചില നിബന്ധനകൾ. വണ്ടർവേൾഡ് കേരളത്തിൽ കോഴിക്കോടാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്, പിന്നെ എറണാകുളത്ത്. ഇപ്പോൾ എറണാകുളത്തും എന്താ പറയുക കോഴിക്കോടും അതുപോലെ ആലുവയിലും ഒക്കെ മനോഹരമായ വണ്ടർവേൾഡുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. വണ്ടർവേൾഡ് പ്രൈം എന്ന് പറയുമ്പോൾ എക്സ്പീരിയൻസ് സെന്റർ, മുമ്പ് പറഞ്ഞ പോലെ ഒരു സ്മാർട്ട് TV അല്ലെ പ്രൊജക്ടറോ ഒക്കെ സൗകര്യത്തോടു കൂടി വരുന്ന ആളുകൾക്ക് ഒരു ULP ക്യുക്ക് മോഡലിൽ കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന സൗകര്യങ്ങളോട് കൂടിയ നവീന ഡിസൈനിലുള്ള ഒരു പദ്ധതിയാണ്. അതിൽ താല്പര്യമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ലീഡേഴ്സുമായിട്ട് ബന്ധപ്പെടാം. ഇന്ത്യയിൽ ഒരു 500 ഔട്ട്ലെറ്റുകളെങ്കിലും ഈ കാറ്റഗറിയിൽ ഈ വർഷം കൊണ്ടുവരും. അടുത്ത 3 വർഷം കൊണ്ട് ഒരു 3000-ലധികം എക്സ്പീരിയൻസ് സെന്ററിലാണ്. എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് വരുന്ന ഒരാൾ ആ ഔട്ട്ലെറ്റിൽ കയറി ഒരു ദർശനം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഉറപ്പായിട്ടും അയാൾ RCMന്റെ അസോസിയേറ്റ് പേരായിട്ട് പോയിരിക്കും. അത്തരത്തിൽ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന സൗകര്യം ഈ എക്സ്പീരിയൻസ് സെന്റർ മാനേജ് ചെയ്യാനായിട്ട് കമ്പനി തന്നെ പേയ്മെന്റ് കൊടുത്ത് ഒരു ബിസിനസ് ഡെവലപ്മെന്റ് മാനേജരെ അവിടെ എന്താ പറയുക അപ്പോയിന്റ് ചെയ്യുന്നുണ്ടാകും. അവിടെ റെഗുലറായിട്ട് പ്രോഗ്രാം നടത്താനും പ്രോഡക്റ്റിന്റെ പോസിറ്റീവ് സപ്ലൈ ഉറപ്പുവരുത്താനും ഒക്കെയുള്ള കാര്യങ്ങൾ അവർ ഉറപ്പുവരുത്തുന്നുണ്ടായിരിക്കും. സോ കാറ്റഗറീസ് ഓഫ് POS, അതിന്റെ ബെനിഫിറ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ താല്പര്യമുള്ള ആൾക്ക് ലീഡേഴ്സിന് ചോദിച്ച് മനസ്സിലാക്കാൻ അവസരമുണ്ടായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വന്നപ്പോൾ കുറച്ച് സ്പീഡ് കൂടിപ്പോയോ? ഇനിയും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സക്സസ് ലവ് സ്പീഡ് അല്ലേ? നമ്മുടെ ഗിരീഷ് സാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, തണുപ്പന്മാർ പോലും തണുപ്പന്മാരുടെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സക്സസ്, വിജയത്തിന് സ്പീഡുള്ളവരെയാണ് ഇഷ്ടം. സോ ഇൻക്രീസ് യുവർ സ്പീഡ്, എങ്കിലേ വിജയം നിങ്ങളെ കടാക്ഷിക്കൂ. അതിന് RCMൽ നിങ്ങൾക്ക് സിസ്റ്റം ഫോളോ ചെയ്ത് സ്പീഡായിട്ട് പോകാൻ സഹായിക്കുന്ന ചില സൂത്രവാക്യങ്ങളുണ്ട്. അതാണ് 6 ബേസിക്സ്. നിങ്ങളുടെ ടീമിൽ അസോസിയേറ്റ് ചെയ്യുന്ന മുഴുവൻ ആളുകളും 6 ബേസിക് എന്താണെന്ന് മനസ്സിലാക്കണം. അവരത് ഫോളോ ചെയ്യണം. എങ്കിൽ അവർ RCM വിട്ടു പോകില്ല. RCMൽ വരുന്ന ആളുകൾ RCMൽ ഉറച്ചു നിൽക്കാൻ, സിസ്റ്റത്തിന്റെ ഭാഗമായി നിൽക്കാൻ അവരെ പ്രാപ്തരാക്കാൻ 6 ബേസിക്സ് സഹായിക്കും. 7 കാർഡിനൽ റൂൾസ്. 7 കാർഡിനൽ റൂൾസ് മനസ്സിലാക്കിയില്ലെങ്കിൽ എത്ര വലിയ കെട്ടിടം നിങ്ങൾ ഉണ്ടാക്കിയാലും എന്താ പറയാ, അസ്ഥിവാരം സ്ട്രോങ് അല്ലെങ്കിൽ ഇടിഞ്ഞ് താഴെ വീഴും. കാർഡിനൽ റൂൾസ് പാലിക്കാത്ത ആളുകളും അവരുടെ ടീമും പ്രയാസപ്പെടും. ഉണ്ടാക്കിയ ടീമും തകരാൻ ഇടയാകും കാർഡിനൽ റൂൾസ് പാലിച്ചില്ലെങ്കിൽ. അതുകൊണ്ട് വളരെ പ്രാധാന്യത്തോടു കൂടി കാർഡിനൽ റൂൾസ് ടീമിലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയമില്ല. നിങ്ങളുടെ ടെക്നിക്കൽ ചോദിച്ചത് മനസ്സിലാക്കണം. ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്താൽ നിങ്ങൾ കെട്ടിപ്പൊക്കിയ സൗധം ഇടിഞ്ഞു വീഴും. അടുത്തത് 8 കോർ സ്റ്റെപ്സ് ആണ്. ഈ കോർ സ്റ്റെപ്സ് നിങ്ങളുടെ ടീമിനെ കൂടുതൽ കരുത്തു പകരും, സ്ട്രോങ് ആക്കും. വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അടിത്തറ ഉണ്ടെങ്കിലേ നമുക്ക് പല നിലകള് കെട്ടിപ്പൊക്കാൻ കഴിയൂ. സോ കോർ, ഈ 8 കോർ സ്റ്റെപ്പുകൾ മനസ്സിലാക്കി ഫോളോ ചെയ്യുന്ന ആളുകളായിരിക്കും നമ്മുടെ ടീമിന്റെ എന്താ പറയുക സ്ട്രോങ് പില്ലേഴ്സ് ആയിട്ട് മാറുന്നത്. ഈ 21 ഗോൾഡൻ റൂൾസ് പാലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് വളരാനുള്ള അവസരമുണ്ടാകും. ഈ സിസ്റ്റത്തിൽ നമ്മുടെ യാത്ര മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. 1, വിശ്വാസം ഉണ്ടാവുക.
നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ സക്സസ് ആകാൻ കഴിയൂ. നമുക്ക് നല്ല ക്ഷമ വേണം. ഓവർനൈറ്റ് ഒരാളെ പണക്കാരനാക്കുന്ന ഒരു കുറുക്കുവഴിയല്ല, മറിച്ച് കണ്ണടച്ചു തുറക്കുമ്പോൾ നിങ്ങളെ കോടിപതിയാക്കുന്നതല്ല, നിങ്ങൾ കണ്ണടച്ചാലും നിങ്ങളുടെ പരമ്പരകളെ കോടിപതിയാക്കുന്നതാണ് ആർസിഎമ്മിന്റെ ഡിസൈൻ. അത് മനസ്സിലാക്കണമെങ്കിൽ ക്ഷമ വേണം. പിന്നെ കൺസിസ്റ്റൻസി, മുമ്പ് പറഞ്ഞ കൺസിസ്റ്റൻസി പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതിലാണെങ്കിൽ ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതിൽ വന്നാൽ ഇതിൽ ഉറച്ചു നിൽക്കുക, എന്ത് പ്രശ്നമുണ്ടായാലും ഇതിന്റെ കൂടെ തന്നെ മുമ്പോട്ട് പോകാനുള്ള ആർജവം ഉണ്ടാവുക, അതിനെയാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ആർസിഎമ്മിൽ സക്സസ് ആയ ലീഡേഴ്സിനെ നിങ്ങൾ നോക്കൂ, അവര് ആർസിഎമ്മിൽ വന്നതിന് ശേഷം വേറെ എവിടെയും തിരിഞ്ഞു നോക്കിയിട്ടില്ല. എനിക്ക് മറ്റൊരു ബിസിനസിന്റെ പശ്ചാത്തലമില്ല, മറ്റൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പശ്ചാത്തലമില്ല. 100 കണക്കിന് നെറ്റ്വർക്ക് കമ്പനികൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, ഇപ്പോഴും വരുന്നുണ്ട്, എനിക്ക് പ്ലാൻ അയച്ചു തരുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. അതുപോലെ ധാരാളം ലീഡേഴ്സ് പറയാറുണ്ട്. പക്ഷേ നമ്മുടെ കൂടെ അസോസിയേറ്റ് പല ആളുകളും ഇതിന്റെ സാധ്യത മനസ്സിലാക്കാത്തത് കൊണ്ട് ചകിതമാനസരാണ്. മറ്റുള്ളവർ കൊടുക്കുന്ന ചില്ലറ പ്രലോഭനങ്ങളിലൊക്കെ വഴങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്ന സ്വഭാവമുണ്ട്. അവർക്ക് ഉണ്ടാകുന്ന നഷ്ടം കണക്ക് കൂട്ടാൻ പറ്റില്ല. അതുകൊണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് സിസ്റ്റത്തിൽ ഉറച്ചു നിൽക്കുക. ഗ്രാഫ് ഡയറക്റ്റ് മാർക്കറ്റിംഗിന്റെ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഏറ്റവും മഹത്തരമായ പ്രിൻസിപ്പിളാണ്. അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാൽ മാത്രമേ ഒരാൾക്ക് ഇതിന്റെ സാധ്യത ശരിക്കും മനസ്സിലാകൂ. അപ്പോൾ ബിലീഫ് എന്ന് പറയുമ്പോൾ, വിശ്വാസം എന്ന് പറയുമ്പോൾ എന്തിലൊക്കെ വിശ്വാസം ഉണ്ടാകണം? ഞാൻ ഓടിച്ച് പറയാം. ഇതൊരു LDP സബ്ജക്റ്റ് ആണ്, എന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. ആർസിഎമ്മിൽ സജീവമായി സക്രിയമായി വളരാൻ ആഗ്രഹിക്കുന്ന ടീമിനെ, വളർത്താൻ ആഗ്രഹിക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കൊടുക്കേണ്ട ഒരു 1 ഡേ സബ്ജക്റ്റാണിത്. ഒന്ന്, നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസം ഉണ്ടാകും. 2006 ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമ്പോൾ എയർഫോഴ്സിൽ ജോലി വേണ്ടെന്ന് വെച്ച് ആർസിഎം ഏറ്റെടുക്കാൻ എനിക്ക് കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? അതിലൊന്നാമത്തെ കാര്യം, എനിക്ക് എന്നിൽ വിശ്വാസമുള്ളതുകൊണ്ടാണ്. ഇത്രയും ആളുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കും കഴിയും എന്നുള്ള ഉറച്ച വിശ്വാസം നിങ്ങൾക്കുണ്ടാകണം. ഇത്രയും ആൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആർസിഎമ്മിൽ എന്താ വേണ്ടത്? പ്രായം പ്രശ്നമല്ല, വിദ്യാഭ്യാസ യോഗ്യത പ്രശ്നമല്ല, ആൺപെൺ ഭേദങ്ങളില്ല, ജാതി പ്രശ്നമല്ല, നിങ്ങളുടെ ബാങ്ക് ബാലൻസ് പ്രശ്നമല്ല. ചങ്കൂറ്റം വേണം, വിശ്വാസം വേണം. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ആകാം. സിസ്റ്റത്തിൽ വിശ്വാസം വേണം. എന്താണ് സിസ്റ്റം? ഡയറക്ട് സെല്ലിംഗ്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. ഇത് പറയാൻ ആളുകൾ പേടിച്ചിരുന്ന ഒരു കാലമുണ്ട്. അതൊക്കെ പോയി. ഇന്ന് ഗവൺമെന്റിന്റെ മുമ്പിലുള്ള ഏറ്റവും വലിയൊരു അത്താണിയാണ് വളർന്നു വരുന്ന ചെറുപ്പക്കാർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഏറ്റവും അനുയോജ്യ ഒരു മാർഗമായിട്ട് ഡയറക്ട് സെല്ലിംഗിനെ കണ്ടുകൊണ്ട് ഗവൺമെന്റ് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു. 25 വർഷം മുമ്പ് തുടങ്ങിയ ഏറ്റവും മാതൃകാപരമായ ആർസിഎം ഇന്ന് ഇവിടെ എത്തി നിൽക്കുമ്പോൾ 25 വർഷം പിന്നിട്ട വെറും 4 കമ്പനികൾ കൂടെ മാത്രമേ ഉള്ളൂ. നമ്മുടെ ലീഡേഴ്സ് നമ്മുടെ പറഞ്ഞു തന്നത്, അതിനെ മനസ്സിലാക്കുമ്പോൾ ആ 4 എണ്ണവും ഇന്ന് ICUയിലാണ് എന്ന് പറഞ്ഞാൽ നിലയില്ലാ കയത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ ആർസിഎം ഇപ്പോഴും യൗവനാവസ്ഥ പോലും കടന്നിട്ടില്ലാതെ നിൽക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ ആദ്യം പറഞ്ഞ ഡയലോഗ്, ഇന്ത്യയിലെ മുഴുവൻ ഭവനങ്ങളിലും ആർസിഎമ്മിന്റെ ഒരു പ്രൊഡക്റ്റെങ്കിലും എത്തുന്ന ഒരു കാലം വരുമ്പോൾ നിങ്ങളെവിടെ ആയിരിക്കും, നിങ്ങളുടെ മക്കൾ എവിടെ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയണം. അതാണ് സിസ്റ്റം. ആ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകണം. സിസ്റ്റം ഉണ്ടായിട്ടോ നിങ്ങളുണ്ടായിട്ടോ മാത്രം നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഒരു സൂപ്പർമാന് ചെയ്യാൻ കഴിയുന്നതല്ല ഈ സിസ്റ്റം. അതിന് നമുക്കൊരു ടീം വേണം. ടീം എന്ന് പറഞ്ഞാൽ എനിക്ക് ശേഷം ഞാനും എൻ്റെ അപ്ലൈനും എൻ്റെ കൂടെ വന്നിട്ടുള്ളവരും ചേർന്ന് ഉണ്ടാക്കിയ കൂട്ടായ്മയാണ് ടീം. ടുഗദർ എവരിബഡി അച്ചീവ്സ് മോർ എന്ന് പറയും. ഈ സിസ്റ്റത്തിൽ എൻ്റെ ടീം എന്നുള്ളതിനേക്കാൾ ഉപരി എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന മുഴുവൻ ആളുകളും, ഈ സിസ്റ്റത്തിൽ അസോസിയേറ്റ് മുഴുവൻ ആളുകളും, ആർസിഎമ്മിലുള്ള എല്ലാ കുടുംബാംഗങ്ങളും ഏകോദര സഹോദരന്മാരെ പോലെ കാണണമെന്നാണ് TCG പറയുന്നത്. ഇന്നും നമ്മൾ ആർസിഎം തുടങ്ങിയിട്ടില്ല. 142 കോടി ജനങ്ങൾ ഇന്ത്യയിൽ കഷ്ടിച്ച് 1 കോടി ആളുകൾ മാത്രം ആക്റ്റീവായി നിൽക്കുമ്പോൾ ബാക്കിയുള്ള ആളുകളിലേക്ക് ഇത് എത്തിക്കാനുള്ള ഉത്തരവാദിത്വമാണ് നമ്മളിലുള്ളത്. അതുകൊണ്ട് ഇവിടെ യാതൊരു തരത്തിലുള്ള വിവേചനവും പാടില്ല. ആർസിഎമ്മിൽ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അവരെ സ്വന്തം സഹോദരനെ പോലെ, സ്വന്തം ബന്ധുവിനെ പോലെ കാണണം. ബന്ധുവിനെ പോലെ കാണുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളത് വേണ്ടെന്ന് വെച്ച് ബന്ധുക്കൾക്ക് കൊടുക്കുക. അതാണ് മനുഷ്യന്റെ സ്വഭാവം. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്? അല്ലേ? പണ്ട് കാലത്തൊക്കെ വീട്ടിൽ അത്ര നല്ല സ്ഥിതി അല്ലാത്ത സമയത്ത്, വീട്ടിൽ ചായക്ക് പാലില്ല, പഞ്ചസാരയില്ല, അങ്ങനെ ഒരു സമയത്ത് ഒരു ബന്ധു കടന്നു വന്നാൽ അമ്മ മക്കളോട് പറയും, അടുത്ത വീട്ടിൽ പോയി പഞ്ചസാരയും പാലും വാങ്ങിച്ചുകൊണ്ട് വരും. ആരും അറിയാതെ പുറകെ കൂടെ കൊണ്ടുവരാൻ പറയും. കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ചായ ഉണ്ടാക്കി ബന്ധുവിന് കൊടുക്കും. ഇവിടെ ഞങ്ങളുടെ അടുത്ത് പാലും പഞ്ചസാരയും ഇല്ലെന്ന് പറഞ്ഞു വിട്ടാൽ പോരെ?
അങ്ങനെ ചെയ്യാറില്ലേ? ആ തരത്തിലായിരിക്കണം നമ്മുടെ ഇടപെടലുകൾ. പക്ഷേ ദൗർഭാഗ്യവശാൽ, പറയാതിരിക്കാൻ പറ്റില്ല, ദൗർഭാഗ്യവശാൽ മനുഷ്യന്റെ സ്വഭാവം എന്താണെന്നറിയോ? എനിക്ക് വേണം. മറ്റുള്ളവരുടെ പോക്കറ്റിൽ നിന്ന് അടിച്ചു മാറ്റിയാണെങ്കിൽ എനിക്ക് വേണം എന്നുള്ള ചിന്താഗതി മനുഷ്യർക്ക് സഹജമാണ്. സഹജം എന്ന് പറഞ്ഞാൽ ജന്മനാ ഉള്ളതാണ്. അത് മാറ്റുന്ന പണിയാണ് സുഹൃത്തുക്കൾ ആർസം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നന്മയുള്ളവരായി മാറുക. TCG പറഞ്ഞെന്താണ്? ബി എ ഗുഡ് ഹ്യൂമൻ ബീയിങ്, നല്ലൊരു മനുഷ്യനായിട്ട് മാറാനാണ് പറയുന്നത്. നല്ലൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോട് പെരുമാറുവിൻ. അങ്ങനെ പെരുമാറാൻ നമുക്ക് കഴിയുമ്പോഴാണ്, നമ്മുടെ ടീമിലുള്ളവർക്ക് കഴിയുമ്പോഴാണ് ആ ടീം ഒരു അസറ്റായിട്ട് മാറുന്നത്. അപ്ലൈൻ ഡൗൺലൈൻ, അപ്ലൈനിൽ വിശ്വാസം ഉണ്ടാകണം. നിങ്ങളുടെ അപ്ലൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ ടീമിനും വളർച്ചയ്ക്ക് വേണ്ടി എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ലൈൻ ഓഫ് സ്പോൺസേഴ്സ് എല്ലാം നിങ്ങളുടെ അപ്ലൈനാണ്. എന്തെങ്കിലും കൂടെ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, പല ആളുകളും ചെയ്തതൊക്കെ മറന്നു പോയിട്ട് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം അപ്ലൈൻ്റെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ അവരെ ഏറ്റവും വലിയ ശത്രുവായിട്ട് കാണും. മിണ്ടില്ല, ഫോൺ ചെയ്തില്ല, കണ്ടാൽ മിണ്ടില്ല, അല്ലേ? ആലോചിച്ച് നോക്കൂ, അങ്ങനെയുള്ള ആളുകളുണ്ടോ എന്ന്. ഇഷ്ടം പോലെയുണ്ട്. നിങ്ങൾ കണ്ണ് തുറന്ന് നോക്കൂ, ചെവി തുറന്ന് കേൾക്കൂ. നമ്മുടെയൊക്കെ സിസ്റ്റത്തിൽ വളരെ ആക്റ്റീവായി സജീവമായി നിൽക്കുന്ന പല ആളുകളും അത്തരത്തിൽ അപ്ലൈനെ മാനിക്കാത്തവരാണ്. അവരുള്ളത് കൊണ്ടാണ് അവർ ഈ ലെവലിൽ എത്തുന്നുള്ള കാര്യം അവർ മറന്നു പോകുന്നു. നല്ല മനസ്സുള്ളവരായിരിക്കണം. ഡൗൺലൈൻ എന്നുള്ള പ്രയോഗം നമ്മൾ മാറ്റി. ഇപ്പോൾ നമ്മൾ എന്താ പറയുന്നത്? അസോസിയേറ്റ് എന്നാണ് പറയുന്നത്. കാരണം ഡൗൺലൈൻ എന്ന് പറയുമ്പോൾ, എൻ്റെ ഡൗൺലൈൻ എന്ന് പറയുമ്പോൾ അവർ വിചാരിക്കും ഞാൻ അങ്ങനെ ഡൗൺ ആണല്ലോ, അതുകൊണ്ട് ഡൗൺലൈൻ എന്നുള്ള പ്രയോഗം. പക്ഷേ സിസ്റ്റം അങ്ങനെയാണ്. എനിക്ക് ശേഷം എൻ്റെ ടീമിൽ വന്നിട്ടുള്ളവരാണ് ഡൗൺലൈൻ എന്ന് പറഞ്ഞ് എനിക്ക് അവരിൽ വിശ്വാസം ഉണ്ടാകണം. ഒരു മീറ്റിങ്ങിന് വരുന്നു, ഒരാളോട് പറയുന്നു പ്രൊഡക്റ്റ് ഡിസ്പ്ലേ നിങ്ങൾ ചെയ്യണം, 10 മണിക്ക് മീറ്റിംഗ് ആണ്, നേരത്തെ കൊണ്ടുവന്ന് ചെയ്യണം. എല്ലാവരും വന്നു. 10 മണിക്ക് മീറ്റിങ്ങിന് ആളുകൾ വന്നു. 10:15 10:30 ഈ മനുഷ്യൻ ഓടിപ്പിടിച്ച് പ്രൊഡക്റ്റുമായിട്ട് വരുന്നത് ലേറ്റായിട്ട് വരുന്നു. അപ്പൊ എന്തു പറയും നമ്മൾ? എനിക്ക് പണ്ടേ അറിയാം നിന്നെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ നീ ഒരിക്കലും സമയത്ത് ചെയ്യാലെന്ന്. എല്ലാവരുടെ മുമ്പിൽ വെച്ച് അദ്ദേഹത്തെ ആക്ഷേപിച്ച്, അപ്പൊ ആളെന്ത് വിചാരിച്ചേ? മോശമായി പോയി. ഏതായാലും എല്ലാവരുടെ മുമ്പിൽ നാളെ കിട്ടൂ. അദ്ദേഹം അതൊരു ബ്രാൻഡായിട്ട് മാറ്റും. ഇനിയിപ്പോൾ ലേറ്റായിട്ട് വന്നാലും കുഴപ്പമൊന്നുമില്ല, എല്ലാവരുടെ മുമ്പിലും ഇയാൾ ലേറ്റായിട്ട് വരുന്ന ആളാണെന്ന് നമ്മൾ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിന് പകരം അവിടെ എങ്ങനെ പറയണം മോഹൻദാസ് സാറെ? തക്കതായ കാരണമില്ലാതെ അദ്ദേഹം താമസിച്ച് വരില്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അങ്ങനെ പറഞ്ഞാൽ ആളെന്ത് ചെയ്യും? അടുത്ത പ്രാവശ്യം മുതൽ ഒരു കാരണവശാലും താമസിച്ച് വരാതിരിക്കാൻ ശ്രദ്ധിക്കും. സോ വിശ്വാസം നിങ്ങൾക്ക് അപ്ലൈനിലുണ്ടാവണം, ഡൗൺലൈനിലുണ്ടാവണം. സിസ്റ്റത്തെ കുറിച്ചാണ് മുമ്പ് പറഞ്ഞത്. ഇപ്പോൾ ഇനിയോ നമ്മൾ വിശ്വസിക്കേണ്ടത് ആർസിഎമ്മിലാണ്. നമ്മുടെ കമ്പനി, നമ്മുടെ പ്രസ്ഥാനം, ഇത് നയിക്കുന്ന നമ്മുടെ മാനേജ്മെന്റ്, TCG, ഈ സിസ്റ്റം, ആർസിഎം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകണം. ഇതിനേക്കാൾ വലുതാണ്, ഇതിൻ്റെക്കാൾ വലുതാണ്, ഇതിനേക്കാൾ നേട്ടം തരുന്നതാണെന്ന് പറഞ്ഞ് പല പരിപാടികളുമായിട്ട് ആളുകൾ നമ്മുടെ മുമ്പിൽ വട്ടമിട്ട് പറക്കും. നിങ്ങളെ സുഹൃത്തുക്കൾ ആലോചിച്ച് നോക്കാം. വരുന്ന ആളുടെ ഹിസ്റ്ററി നിങ്ങൾ നോക്കണം, അവർ കൊണ്ടുവരുന്ന കമ്പനിയുടെ ഹിസ്റ്ററി നിങ്ങൾ നോക്കണം. എന്നിട്ട് നിങ്ങളെ വിലയിരുത്തണം. നമുക്കെല്ലാവർക്കും തലയുള്ളതല്ലേ? 25 വർഷം കംപ്ലീറ്റ് ചെയ്ത ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് പ്രൊഡക്റ്റ് ഉള്ള, മാർക്കറ്റിലേക്കാൾ ഗുണനിലവാരമുള്ള, അതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന, ഇത്രയും നേട്ടം തരുന്ന ഈ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിരുന്നു കൊണ്ട് മറ്റൊരു കമ്പനിയെക്കുറിച്ച് ചിന്തിക്കാൻ എങ്ങനെ കഴിയുന്നു? ഇതിൽ നിന്ന് വരുമാനം വാങ്ങിച്ചുകൊണ്ട്, അതുകൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട്, അതിൻ്റെ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് മറ്റൊരു കമ്പനിയെക്കുറിച്ച് ചിന്തിക്കാൻ എങ്ങനെ കഴിയുന്നു? അങ്ങനെ ചിന്തിക്കുന്നവരെ മനുഷ്യരായിട്ട് കണക്കാക്കാൻ പറ്റുമോ? ആദ്യം നിങ്ങൾക്ക് വേണ്ടത് വിശ്വാസം. സിസ്റ്റത്തില്, പ്രൊഡക്റ്റില്. ആർസിഎമ്മിന്റെ പ്രൊഡക്റ്റ് അല്ല, അതെൻ്റെ പ്രൊഡക്റ്റാണ്, ഞാനാണ്, അതെൻ്റെ ജീവനാണ്. അങ്ങനെ അതിൽ വിശ്വസിക്കാൻ നമുക്ക് കഴിയണം. മനുഷ്യരുണ്ടാക്കുന്നതാണ്. ഏതിലും കുറവുകൾ ഉണ്ടാകാം. ആ കുറവുകൾ ഒരിക്കലും പ്രൊഡക്റ്റിന്റെ അല്ല, അത് കൈകാര്യം ചെയ്തതിലുണ്ട പോരായികയാണെന്ന് തിരിച്ചറിയാനുള്ള യുക്തി നമുക്കുണ്ടാകണം, ബോധമുണ്ടാകണം. പ്രൊഡക്ട്സ്. പിന്നെ ഇതിലെല്ലാം അപ്പുറം നിങ്ങൾ വിശ്വസിക്കുന്ന ആ അൾട്ടിമേറ്റ് പവർ, ദൈവത്തിൽ വിശ്വാസം ഉണ്ടാകണം. 142 കോടി ജനങ്ങളുടെ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സുന്ദര സംവിധാനത്തിൽ നമ്മൾ വരാനും അതിൽ നേട്ടങ്ങൾ കൊയ്യാനും ഇടയായത് എന്തുകൊണ്ടാണ്? നമ്മൾ ആരെങ്കിലും ആഗ്രഹിച്ചത് കൊണ്ടാണോ, വിചാരിച്ചത് കൊണ്ടാണോ ഈ നേട്ടങ്ങളിലേക്കൊക്കെ എത്തിയത്?
142 കോടി ജനങ്ങളുള്ളതിൽ ഇത്ര ആളുകളെ മാത്രം എന്തുകൊണ്ട് ദൈവം ഇതിലേക്ക് കൊണ്ടുവന്നു? മറ്റുള്ളവർ എന്താ വരാത്തത്? നമ്മുടെ കൂടെ വന്ന പല ആളുകളെ എന്തുകൊണ്ടാണ് ഇതിന്റെ നേട്ടങ്ങൾ എന്താ പറയുക പ്രയോജനപ്പെടുത്താൻ കഴിയാതെ മാറി നിൽക്കുന്നത്, ഉറക്കത്തിലായി പോയത്? അത് ദൈവത്തിന്റെ തീരുമാനമാണ്. അത് ദൈവത്തിന്റെ തീരുമാനമാണെങ്കിൽ ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനും ഇത് മനസ്സിലാക്കാനും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ദൈവത്തിന്റെ തീരുമാനമാണ്. നിങ്ങളിൽ ചില ഉത്തരവാദിത്തങ്ങൾ നിക്ഷിപ്തമായിരിക്കുന്നു. ഈ സംവിധാനം പരമാവധി ആളുകളിലേക്ക് ഏറ്റവും കുറഞ്ഞ വേഗത്തിൽ എത്തിക്കുക എന്നുള്ളത് നിങ്ങളുടെയും കൂടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ടാണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടുന്ന് കിട്ടിയ കാര്യങ്ങൾ നിങ്ങളുടെ ടീമിലുള്ള ആളുകളോട്, കഴിയുന്നത്ര ആളുകളോട് ഇതിന്റെ നന്മ ചോരാതെ, അതിന്റെ പവർ ചോരാതെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. സോ ബിലീവ്. നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസം ഉണ്ടാകണം, സിസ്റ്റത്തിൽ വിശ്വാസം ഉണ്ടാകണം, ടീമിലും അപ്ലൈനിലും ഡൗൺലൈനിലും ആർസിമിലും പ്രൊഡക്റ്റിലും സർവോപരി ദൈവത്തിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകണം. മുമ്പ് നമ്മൾ പറഞ്ഞ ഒരു പ്രയോഗമാണ് എൻഗ്രാഫ്. പല ആളുകൾക്കും ഇത് കേട്ടിട്ടുണ്ടാവും, അറിയില്ലായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി ഞാൻ ഒന്ന് ചെറുതായിട്ട് ബ്രീഫ് ചെയ്യാം. ഈ ഗ്രാഫ് നമ്മൾ വായിക്കുന്നത് താഴെ നിന്ന് മുകളിലേക്കാണ്, ഇടത്തു നിന്ന് വലത്തോട്ടാണ്. അപ്പോൾ തുടക്കക്കാരനായ ഒരാളെ സംബന്ധിച്ച് വർക്ക് വളരെ കൂടുതലായിരിക്കും, പ്രയത്നം വളരെ കൂടുതലായിരിക്കും, ചെലവ് വളരെ കൂടുതലായിരിക്കും, കൂടുതൽ സമയം അതിൽ ഇൻവോൾവ് ചെയ്യേണ്ടി വരും. പക്ഷേ വരുമാനം കിട്ടുന്നത് വളരെ കുറവായിരിക്കും. ആർസിമിൽ ഞാൻ ജോയിൻ ചെയ്തു, എനിക്കൊന്നും അറിയില്ല. എത്രയോ കാലത്തിന് ശേഷം ആദ്യമായിട്ട് എനിക്കൊരു വരുമാനം കിട്ടി 834 രൂപ. അതിനുശേഷം പിന്നീട് രണ്ടാമത്തെ വരുമാനം വന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. ആദ്യത്തെ വന്ന് ഞാൻ ഓർക്കുന്നു, പിന്നീട് എന്നാ വന്നതെന്ന് എനിക്കറിയില്ല. 2006 വലിയൊരു പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ട് ഇതിന്റെ സാധ്യത ഞാൻ മനസ്സിലാക്കിയതിന് ശേഷം എനിക്ക് വരുന്ന വരുമാനത്തെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടേ ഇല്ല. കാരണം ഇത് അനന്തമായ വരുമാനം നേടിത്തരുമെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ടായി. ആ അറിവ് കിട്ടിയത് കൊണ്ട് പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരുന്നു. ദിവസങ്ങൾ വീട്ടിൽ നിന്ന് മാറി നിന്നുകൊണ്ട്, കയ്യിൽ പണമില്ലാതെ മറ്റ് പല സ്ഥലത്തു നിന്നും കടം വാങ്ങിച്ചുകൊണ്ട്, സമയത്ത് ഭക്ഷണം കഴിക്കാതെയും അങ്ങനെയൊക്കെ അലഞ്ഞു തിരിഞ്ഞും ആളുകളുടെ ചീത്ത കേട്ടും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് എൻ്റെ കാര്യം മാത്രമല്ല, ഇതിൽ സക്സസ് ആയി നിങ്ങൾ കാണുന്ന ഓരോ ലീഡർമാരോടും അവരുടെ പശ്ചാത്തലം ചോദിച്ചു നോക്കുക, അവരുടെ ഭൂതകാലം ചോദിച്ചു നോക്കുക. അതുപോലെ കൈപ്പേറിയ കഥകൾ അവർക്ക് ഇഷ്ടം പോലെ പറയാനുണ്ടാവും. അങ്ങനെയുള്ള സമയത്ത് വർക്കിംഗ് ടൈമും പ്രയത്നവും വളരെ കൂടുതലായിരിക്കും, ഇൻകം കുറവായിരിക്കും. പതുക്കെ 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 ടീം വളരുന്നതനുസരിച്ച്, നിങ്ങൾ നോ കേൾക്കുന്നതിന്റെ എണ്ണം കൂടിക്കൂടി വരുന്നതനുസരിച്ച് നിങ്ങളുടെ പ്രയത്നം കുറഞ്ഞു വരും, നിങ്ങളുടെ ഇൻകം കൂടിക്കൂടി വരും. ഇപ്പോഴത്തെ കണക്ക് വെച്ച് പറഞ്ഞാൽ ഒരു 4-5 വർഷം മാത്രം നിങ്ങളെ സബ്മിറ്റ് ചെയ്ത് സമർപ്പിച്ച് പൂർണ്ണമായിട്ട് ഇൻവോൾവ് ചെയ്ത് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും വരുമാനം തുടർച്ചയായി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. ഇന്ന് എൻ്റെ ടീമിൽ കേരളത്തിൽ മാത്രം ഏതാണ്ട് 714 സ്റ്റാർ ആൻഡ് അബോവ് ലീഡേഴ്സ് ഉണ്ട്. 170ഓളം ടെക്നിക്കൽ ഇൻസ്ട്രക്ടർമാരുണ്ട്. 2015 ഞാൻ എമറാൾഡ് ആകുന്നത്. അന്ന് ആ വർഷം 2015 ആർസിമിന്റെ ആനിവേഴ്സറിയിൽ 7 പുതിയ എമറാൾഡുമാരാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരാളായിട്ട് ഞാൻ ആ സ്റ്റേജിൽ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടു. ഇന്ന് കേരളത്തിൽ മാത്രം എൻ്റെ ടീമിൽ 18 എമറാൾഡുമാരുണ്ട്. തമിഴ്നാട്ടിലുണ്ട്. അങ്ങനെ 20 എമറാൾഡുമാർ എൻ്റെ ടീമിലുണ്ട്. 1 ലക്ഷം, 1.25 ലക്ഷം, 1.5 ലക്ഷം, 2 ലക്ഷം രൂപ വരെ വരുമാനം വാങ്ങിക്കുന്ന 20 എമറാൾഡുമാർ എൻ്റെ ടീമിലുണ്ട്. ആലോചിച്ച് നോക്ക. 7 സ്റ്റാർ എമറാൾഡുമാര്, 3 റൂബിമാര്, 1 സ്റ്റാർ റൂബി, ഞാൻ സഫയർ. നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 മണിക്കൂർ കൂടുതലായി. ഈ 1 മണിക്കൂർ മുമ്പ് എനിക്കുണ്ടായിരുന്നതിനേക്കാൾ ഒരു 10-12 ലക്ഷം PV ഇപ്പോൾ കൂടിയിട്ടുണ്ടാവും. ഞാൻ ഉറക്കം തെളിഞ്ഞ് നോക്കുമ്പോൾ എത്രയാണോ കാണുന്നത് അതിനേക്കാൾ എത്രയോ ലക്ഷങ്ങളായിരിക്കും ഞാൻ ഉറങ്ങാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന PV എന്നറിയാവും. അവസാനത്തെ ദിവസങ്ങളിൽ കോടിക്കണക്കിന് PV ആണ് ഓരോ ദിവസവും ജനറേറ്റ് ആകുന്നത്. സുഹൃത്തുക്കളെ, 1500 PV തികയ്ക്കാൻ കഷ്ടപ്പെടുന്ന ആളുകൾ ഈ ഗ്രൂപ്പിലുണ്ട്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇന്നിവിടെ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇതിൻ്റെ കൂടെ അങ്ങ് നിന്നുകൊടുത്താൽ 3 to 5 years നിങ്ങളെ സബ്മിറ്റ് ചെയ്ത് ഇതിൽ ഇൻവോൾവ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇതിൽ നിന്ന് കിട്ടാൻ പോകുന്ന നേട്ടം നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ പരമ്പരകൾക്കും ഉള്ളതായിരിക്കും. സോ എൻഗ്രാഫ് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു, ആർസിമിന്റെ 25ാമത്തെ ആനിവേഴ്സറിയുടെ ഭാഗമായി ഇന്ത്യയിലൊട്ടാകെ നടത്താൻ പോകുന്ന രൂപാന്തരണ യാത്ര
25 സെറ്റുകളിൽ വലിയ സെലിബ്രേഷൻ, അതിൽ 5 സ്പെഷ്യൽ മെഗാ സെലിബ്രേഷനാണ്. അതിലൊന്ന് കൊച്ചിയിൽ നടക്കാൻ പോകുന്നു. സെപ്റ്റംബർ 16 ഭിൽവാരിൽ നിന്ന് യാത്ര തുടരുന്ന രഥം അങ്ങനെ രാജസ്ഥാൻ മഹാരാഷ്ട്രയുടെ കടന്ന് മംഗലാപുരത്ത് നിന്ന് കേരളത്തിലേക്ക് പ്രവേശിക്കും. കേരളത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ 100-ലധികം സെറ്റുകളിൽ രഥ സിറ്റിയായിട്ട് കണക്കാക്കി അവിടെ രഥത്തിന് സ്വീകരണം കൊടുക്കുന്നുണ്ടാകും. അങ്ങനെ രഥത്തിന് സ്വീകരണം കൊടുക്കാനുള്ള സിറ്റികളായിട്ട് സെലക്ട് ചെയ്തതിൽ കേരളത്തിൽ കണ്ണൂരും കോഴിക്കോടും മലപ്പുറവും തൃശ്ശൂരുമുണ്ട്. ആ സിറ്റികളിലൂടെ ഈ വാഹനം കടന്നു വരുമ്പോൾ എവിടെയാണോ അതിന് സൗകര്യമുള്ളത് അവിടുത്തെ ഏർപ്പെടുന്ന ലീഡേഴ്സ് അതിന് സജ്ജീകരണം ചെയ്യും. അങ്ങനെ കൊച്ചിയിൽ വരും. കൊച്ചിയിൽ വരുമ്പോൾ വലിയ രീതിയിൽ 10,000-കണക്കിന് ആളുകൾ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞ വലിയ രീതിയിലുള്ള സ്വീകരണവും പരിപാടികളാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഈ തരത്തിൽ ഇന്ത്യയിലുടനീളം ഇത് കടന്നുപോയി കഴിയുമ്പോൾ എന്തായിരിക്കും ആർസിഎമ്മിനെ കുറിച്ച് സമൂഹത്തിലുണ്ടാകാൻ പോകുന്ന പ്രതികരണം, സമൂഹത്തിൽ ആർസിഎമ്മിന് കിട്ടാൻ പോകുന്ന റെക്കഗ്നിഷൻ, സ്വീകാര്യത എന്തായിരിക്കും, അത് നിങ്ങൾക്ക് കാണാൻ കഴിയണം. തുടക്കത്തിൽ നമ്മൾ കാണിച്ച ആ വീഡിയോ നിങ്ങൾ ഒന്നുകൂടെ കേൾക്കണം. ആ വീഡിയോ എന്ന് പറയുന്നത് സത്യത്തിൽ ഹിന്ദി അറിയത്തില്ലാത്തതുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് മനസ്സിലാവില്ല. ശ്രദ്ധിച്ച് കേൾക്കൂ, നിങ്ങൾക്കത് മനസ്സിലാകും. ഞാൻ ആ വീഡിയോ ഒന്നുകൂടെ പ്ലേ ചെയ്യാം. बदले जन जन बदले घर घर गांव गांव शहर शहर आरसीएम की चली लहर गांव गांव शहर शहर आरसीएम की चली लहर बदलावों का दौर आया सपनों ने आकर पाया सेवा संस्कार और स्वास्थ्य को आज सबने अपनाया गांव गांव शहर शहर आरसीएम की चली लहर आओ सेवा का दीप जलाएं शास्त्र संकल्प को अपनाएं संस्कारों से भर कर हर घर नया भारत हम बनाएं गांव गांव शहर शहर आरसीएम की चली लहर पेड़ लगाकर पर्यावरण बचाए नशे को मिलकर दूर भगाए आओ करें जीवन सुधार तब हर जगह होगा सत्कार गांव गांव शहर शहर आरसीएम की चली लहर महिलाओं को देकर नई दिशा आओ बढ़ाए स्वच्छता और सुरक्षा कल के आत्मकालीन रक्तदान आओ बने किसी की मुस्कान गांव गांव शहर शहर आरसीएम की चली लहर हर बच्चा बनेगा महान लेकर संपूर्ण शिक्षा दान नारी को देकर सम्मान स्वच्छ बने सारा जहान गांव गांव शहर शहर आरसीएम की चली लहर रूपांतरण यात्रा में सब चले मिलकर साथ फूले फले सेवा स्वास्थ्य और संस्कार आरसीएम की जय जयकार आरसीएम की चली യെസ്, ഇത് ഇങ്ങനെ മൊബൈലിലും ലാപ്ടോപ്പിലും ഒന്നല്ല കേൾക്കേണ്ടത്. വലിയൊരു ഹാളില് എന്താ പറയാ, നമ്മുടെ തിയേറ്ററിലുള്ള പോലെ എന്തോ ഒരു പേര് പറയല്ലോ, ഡോൾബിയോ എന്തോ, ആ സൗണ്ട് സിസ്റ്റത്തിൽ കേൾക്കണം. ഇതാ നിങ്ങൾക്കിത് കേൾക്കാൻ കഴിയും. വരുന്ന 27 രാജിയിൽ നടക്കുന്ന പ്രോഗ്രാമിൽ നിങ്ങൾക്കിത് കേൾക്കാൻ കഴിയും. ഈ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ പറഞ്ഞത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ രാത്രി കിടക്കാൻ നേരത്ത് ഈ പാട്ട് നിങ്ങൾ കേൾക്കണം. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകും. ഗ്രാമാന്തരങ്ങളിൽ ആർസിഎമ്മിന്റെ തിരയടിച്ചുകൊണ്ടിരിക്കുകയാണ്. വീടും നഗരങ്ങളും എല്ലാം മാറുന്നു. ആളുകൾക്ക് ആരോഗ്യമുണ്ടാകുന്നു. സ്ത്രീ ശാക്തീകരണം യാഥാർത്ഥ്യമാകുന്നു. ആളുകൾ നിരാലംബരായിരുന്ന ആളുകൾ സ്വയം പര്യാപ്തരാകുന്നു. അങ്ങനെ ഒരു നവഭാരത നിർമ്മാണം യാഥാർത്ഥ്യമാകുന്നു. അതിൻ്റെ തുടക്കത്തിലാണ് നമ്മൾ. 140 കോടി ജനങ്ങളിലെ ഇന്ത്യ, 142 കോടി ജനങ്ങളിലെ ഇന്ത്യയിൽ എല്ലാവരിലേക്കും ഇത് എത്തിക്കാനുള്ള ഉത്തരവാദിത്വമാണ് നമ്മളെ പോലെ ഇന്ന് ആക്റ്റീവായിട്ടുള്ള ഓരോരുത്തരും നിക്ഷിപ്തമായിരിക്കുന്നത്. അങ്ങനെ അതിനുവേണ്ടി നമ്മൾ കൂട്ടായി പ്രവർത്തിക്കുമ്പോൾ
അതിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ വ്യക്തിപരമായ നേട്ടത്തിലായിരിക്കരുത് നമ്മുടെ ഫോക്കസ് ഈ നന്മ ആളുകളിലേക്ക് എത്തിക്കുന്നതിലായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഹം സബ്കാ ഹേ ഏക് ഹി മക്സദ് നയേ ഭാരത് കാ നിർമ്മാൺ. ഈ വരുന്ന 27-ാം തീയതി രാജഗിരിയിൽ നടക്കാൻ പോകുന്ന പ്രോഗ്രാമിന്റെ പ്രത്യേകത കൂടെ ഞാൻ ഓർമ്മിപ്പിക്കാം. കാരണം RCM തുടങ്ങി 25 വർഷം പിന്നിടുമ്പോൾ RCMന്റെ കോർ ലീഡേഴ്സും അങ്ങനെയുള്ള വലിയ പൊസിഷനുള്ള പല ആളുകളും തുടങ്ങിയത് എവിടെ നിന്നാണ് ആലോചിച്ച് നോക്കണം. വീട്ടുകാരുടെ പോലും യാതൊരു സപ്പോർട്ടുമില്ലാതെ എതിർപ്പുകളെ നേരിട്ട് അതിജീവിച്ച് ചിലപ്പോൾ ഒത്തിരി നഷ്ടങ്ങളൊക്കെ സഹിച്ചാണ് ഇന്ന് നാം കാണുന്ന രീതിയിൽ ഈ നന്മയെ ഇത്രയും ആളുകൾക്ക് എത്തിച്ചത്. RCMന്റെ മഹാഗുരു എന്നറിയപ്പെടുന്ന BC ഛബ്ര, TCGയുടെ ജ്യേഷ്ഠ സഹോദരൻ, അദ്ദേഹത്തിന്റെ മകനാണ് മിസ്റ്റർ അഭിഷേക് ഛബ്ര. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അദ്ദേഹം എന്താ പറയാ വലിയ ഒരു ബിസിനസ് കുടുംബത്തിലെ ബിസിനസ് ഒക്കെ നോക്കി നടത്തുന്ന വലിയ വരുമാനമുള്ള ഒരാളാണ്. വളരെ പ്രീമിയം ലെവലിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ കുടുംബമാണ് RCM ചെയ്യുന്നതെന്നുള്ളത് കൊണ്ട് മറ്റുള്ളവർ അവരെ അനുമോദിക്കുമ്പോൾ, അവരെക്കുറിച്ച് പറയുമ്പോൾ അഭിമാനത്തോടു കൂടി ഞാനും അതിൻ്റെ ഒരു കാരണക്കാരനാണ് എന്നുള്ളതിൽ സന്തോഷം തോന്നിയിരുന്നു. പക്ഷെ ഒരിക്കലും ഈ നന്മ എന്താണെന്ന് ശ്രദ്ധിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. 22 വർഷം അദ്ദേഹം RCMന്റെ ഭാഗമായിരുന്നില്ല, ആ കുടുംബത്തിന്റെ ഭാഗമായിട്ട്. എന്നാൽ വലിയൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിന്റെ തെറ്റ് മനസ്സിലായത്. ഞാൻ എന്തുകൊണ്ട് ഇതിന്റെ ഭാഗമായില്ല? അദ്ദേഹം പറഞ്ഞത് 22 വർഷം ഞാൻ എന്തുകൊണ്ട് RCM ചെയ്തില്ലെന്നും ഇപ്പോൾ കഴിഞ്ഞ 3 വർഷമായി ഞാൻ എന്തുകൊണ്ട് RCM ചെയ്യുന്നു എന്നും നിങ്ങൾക്കറിയണമെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കാൻ നിങ്ങൾ വരാനാണ്. കേരളത്തിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ അദ്ദേഹത്തിന് യാതൊരു ടീമും ഇല്ലായിട്ടും നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ ക്വാർട്ടറിലെ, അതായത് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലെ നമ്മുടെ നേട്ടങ്ങളെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ, സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഭാഗമായി വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും എന്താ പറയുക നേട്ടങ്ങളും ഒക്കെ പങ്കുവയ്ക്കാനും നമ്മളോടൊപ്പം അല്പസമയം ചെലവഴിക്കാനുമായിട്ട് അദ്ദേഹം 27-ാം തീയതി ഇവിടെ വരുന്നുണ്ട് രാജഗിരിയിൽ. നിങ്ങളും നിങ്ങളുടെ ടീമിലുള്ളവരും കഴിയുന്നത്ര ചെറുപ്പക്കാരെ കൂട്ടിക്കൊണ്ട് ആ പ്രോഗ്രാം പങ്കെടുക്കുക. വളരെ വലിയ ഉത്സാഹത്തോടു കൂടിയാണ് ലീഡേഴ്സ് ഇതിനെ ഏറ്റെടുത്തിരിക്കുന്നത്. രാജഗിരിയിൽ ഇതുവരെ നമ്മൾ നടത്തിയിട്ടുള്ള പ്രോഗ്രാമുകൾ ഏറ്റവും മികവുറ്റതായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങൾക്കും നിങ്ങളുടെ ടീമിലുള്ളവർക്കും ആ ചാൻസ് ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. അദ്ദേഹത്തിന്റെ പ്രോഗ്രാമിന്റെ ചെറിയൊരു പ്രൊമോഷൻ വീഡിയോ നമ്മൾ ഉണ്ടാക്കിയിരുന്നു, അത് പല ഗ്രൂപ്പിലും കണ്ടിട്ടുണ്ട്. എന്നാലും നിങ്ങളുടെ ടീമിലുള്ളവർക്ക് അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ടീമിന്റെ എവിടെയാണെങ്കിലും എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് എല്ലാവരും ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് അവരെ സ്നേഹപൂർവ്വം നിർബന്ധിക്കുക. ചില ആൾ പറയും ഞായറാഴ്ച അല്ലേ കല്യാണമുണ്ട്. 2 കല്യാണം ഉണ്ടെങ്കിൽ ഏത് കല്യാണത്തിന് പോകും? ഒരു കല്യാണത്തിന് തലേദിവസം പോകും അല്ലേ, അതല്ലെങ്കിൽ കല്യാണത്തിന് ശേഷം പോകും. അപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കല്യാണമാണ് 27-ാം തീയതി. മറ്റേ കല്യാണത്തിന് ഒന്നുകിൽ തലേദിവസം പോവുക അല്ലെ പിറ്റേ ദിവസം പോവുക. നിങ്ങൾക്ക് സ്വയം ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടോ നിങ്ങളുടെ വീട്ടിൽ അത്തരത്തിൽ നിങ്ങളുടെ അസാന്നിധ്യം കൊണ്ട് എന്തെങ്കിലും അപകടമുണ്ടാകുന്നോ ഉള്ള സ്ഥിതി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അത് ഒഴിവാക്കുക. അതല്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ നിങ്ങളുടെ ടീമിനൊപ്പം കുടുംബസമേതം കൂട്ടുകാരോടൊപ്പം അവിടെ എത്തുക. ഇതൊന്നും अभी तो टाई की गांठ गले में है और टाई नीचे झूल रही है. अगर शर्म करता रह गया तो टाई की गांठ तो गले में ही रहेगी, पर टाई को ऊपर पंखे से लटका है. 2 कंपनियों में डायरेक्टर, 3 कंपनियों का प्रॉपराइटर, 3 माइंस का ओनर और करोड़ों का प्रॉपर्टी बिजनेस वाला बिजनेसमैन आपको एक गारंटी देकर के जा रहा है कि बिजनेस से भी बेहतर आप. मैं पिछले 2 साल से इस अभियान का हिस्सा हूं. क्यों मैंने 22 सालों तक नहीं किया, जानना चाहते हैं? और अब मैं क्यों कर रहा हूं ये भी जानना चाहते हैं? സോ 27-ാം തീയതി രാജഗിരിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ സെഷന്റെ അവസാനത്തെ സ്ലൈഡ് നിങ്ങളെല്ലാവരും കാത്തിരുന്ന ആ താങ്ക് യു. ഡിസയർ ചേഞ്ചസ് നത്തിങ്. ആഗ്രഹം ഉണ്ടായതുകൊണ്ട് മാത്രം ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ഡിസിഷൻ ചേഞ്ചസ് സംതിങ്. തീരുമാനങ്ങൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയേക്കാം. നിങ്ങൾ കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങിക്കുകയോ ഉപയോഗിക്കുകയോ കുറച്ച് ആളുകൾ പറയുകയൊക്കെ ചെയ്തേക്കാം. ബട്ട് ഡിറ്റർമിനേഷൻ ചേഞ്ചസ് എവരിത്തിങ്. ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. സോ വിഷ് ഓൾ ദ ബെസ്റ്റ്. JRCM.